സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഗജാനനപദ്മാർകം ഗജാനനമഹർനിശം അനേകദന്തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണീ വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ജന്മാദ്യസ്യ യതോന്മയാദിതരതശ്ചാർത്ഥേഷഭിഘ്നസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയ. തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. അനുഗ്രഹീതരും അനുഭൂതി സമ്പന്നന്മാരുമായിട്ടുള്ള മഹാത്മാക്കളുടെ പാദധൂളി കൊണ്ട് പവിത്രമായ ഈ സന്നിധിയിൽ ഒരിക്കൽ കൂടി ഈ നൈമിശാരണ സത്രവേദിയിൽ തത്വപ്രവചനത്തിനുള്ള അവസരം ലഭിച്ചത് സാക്ഷാൽ ഭഗവാന്റെ കൃപാകടാക്ഷവും ഗുരുപരമ്പരയുടെ അനുഗ്രഹവും ഒന്നുകൊണ്ട് മാത്രമാണെന്ന് കരുതുന്നു. ശ്രീമദ് ഭാഗവതാമൃതം നുകരുവാനുള്ളൊരു ഭാഗ്യം ശ്രീ വേദവ്യാസ മഹർഷി പരമപുരുഷാർത്ഥങ്ങൾ സാധാരണ ജനങ്ങൾക്ക് കൂടി ലഭിക്കത്തക്ക വിധത്തിൽ വേദസാര സംഗ്രഹിയാണ് ശ്രീമദ് ഭാഗവതം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, സാക്ഷാൽ ശ്രീശുക ബ്രഹ്മർഷിയുടെ മുഖത്തുനിന്ന് നിർഗളിച്ച ഫലം അത് നുകരുവാനുള്ള ഒരു ഭാഗ്യമാണ് നമുക്കേവർക്കും ലഭിച്ചിരിക്കുന്നത്. ഈ അവസരത്തിൽ ദശമസ്കന്ധത്തെ ആസ്പദമാക്കി നിരോധം എന്നുള്ള ലക്ഷണമാണ് ദശമസ്കന്ധം എന്ന് നമുക്കറിയാം. മനസ്സിൻ്റെയും ബുദ്ധിയുടെയും സകലവിധ നിരോധങ്ങളെയും തള്ളിമാറ്റി ഭഗവാനും ഭക്തനും തമ്മിലുള്ള അന്തരം കുറച്ച് ഭക്തൻ ഭഗവാനായിട്ട് ഉയരുന്ന ഒരവസ്ഥയിലേക്ക് നമ്മളെ നയിക്കുന്നതിന് വേണ്ടി ദശമസ്കന്ധത്തിൽ നമ്മൾ 18 മുതൽ 23 വരെയുള്ള അധ്യായങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇന്ന് നിരോധം എന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് നമ്മളെ നയിക്കുന്നത് ലോകേഷണാരൂപിയായിട്ടുള്ള ഒരു അസുരൻ്റെ കഥയോടുകൂടിയാണ് ശ്രീമദ് ഭാഗവതം. പ്രലംബാസുരൻ എന്ന് നാമമുള്ള ഒരു അസുരൻ, ലോകേഷണാരൂപിയായ പ്രലംബാസുരൻ എന്നാണ് പറയുന്നത്. ഏഷണാത്രയങ്ങളാണ് ഭക്തനെയും ഭഗവാനെയും തടസ്സമായി നിൽക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത്. അതിൽ വിത്തേഷണ, പുത്രേഷണ, ലോകേഷണ. പണത്തിനോടുള്ളതും അല്ലെങ്കിൽ മക്കളോടുള്ളതും ബന്ധുക്കളോടുള്ള ആസക്തിയൊക്കെ ത്യജിക്കാൻ സാധിച്ചാലും ലോകേഷണയെ ജയിക്കുക എന്നുള്ളത് പ്രായേണ കടുപ്പമായിട്ടുള്ള ഒരു സംഗതിയാണ് എന്ന് കാണിച്ചു തരികയാണ് ഈ ഒരു ലീലയിലൂടെ ഭഗവാൻ പ്രലംബാസുരവധത്തിലൂടെ. അപ്പോൾ വ്രജത്തിൽ വൃന്ദാവനത്തിൽ ഗ്രീഷ്മകാലം സമാഗതമായി. അവിടെ ഗോപന്മാരെല്ലാവരും കൂടെ രാമനും കൃഷ്ണൻ്റെയും സാന്നിധ്യത്തിൽ ഇങ്ങനെ പലവിധ ലീലകൾ കൊണ്ട് എല്ലാവരെയും ഭ്രമിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഭഗവാൻ കളിക്കുന്നിടത്തും ഒരു ലീല ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ശ്രീരാമനും, അതായത് ബലരാമനും ശ്രീകൃഷ്ണനും ഗോപാലന്മാരും കൂടി കളിക്കുന്നു. ഗ്രീഷ്മകാലത്ത് പോലും ഇവരുടെ ആനന്ദ നൃത്തം കൊണ്ടും ലീലകൾ കൊണ്ടും വസന്തത്തെ പോലെ വൃന്ദാവനം അല്ലെങ്കിൽ വ്രജം ശോഭിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. മനുഷ്യന്മാർ മാത്രമല്ല, എല്ലാ ജീവജാലങ്ങൾക്കും ഭഗവാൻ കൃഷ്ണനോടൊരു ആകർഷണം, ഭഗവാൻ ഒരു വശീകരണ ശക്തി. കർഷതി ഇതി കൃഷ്ണ എന്നുള്ളത് അന്വർത്ഥമാക്കുന്ന തരത്തിലുള്ള ലീലകൾ. ഒരു നടൻ എപ്രകാരമാണോ അന്യ നടനെ പ്രശംസിക്കുന്നത്, അതുപോലെയാണ് ഇവരുടെ കളികളൊക്കെ. അതിൽ ഒരു തത്വമുണ്ട് എന്നാ പറയുക. ഈ ജഗത്ത് ഒരു നാടകശാലയാണെന്ന് ഭഗവാൻ നമ്മളെ കൂടെ കൂടെ ഓർമ്മിപ്പിക്കണം. നാടകത്തിൽ അഭിനയിക്കണ പോലെയാണ് നമ്മൾ ഈ ജീവിതത്തിൽ അഭിനയിക്കേണ്ടതെന്ന്. അഭിനയമാണെന്ന് നമുക്ക് മനസ്സിലാവുമ്പോൾ പിന്നെ പ്രശ്നങ്ങളൊന്നുമില്ല. എന്തൊരു പ്രതിസന്ധി വന്നാലും നമ്മൾ നമ്മുടെ റോൾ മോഡൽ അല്ലെങ്കിൽ നമ്മളുടെ റോള് നമ്മൾ കൃത്യമായിട്ട് അവിടെ ചെയ്യാനായിരിക്കും നമുക്ക് സാധിക്കുമെന്നുള്ളത്. ശ്രീരാമകൃഷ്ണ പരമഹംസര് വചനാമൃതത്തിൽ ഒരു കാര്യം പറഞ്ഞതായിട്ട് ഓർക്കണം. നിങ്ങൾ കളിച്ചോളൂ, പക്ഷെ അറിഞ്ഞുകൊണ്ട് കളിച്ചോളൂ എന്നാണ് പറഞ്ഞത്.
അങ്ങനെ കളിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അതിനനുസരിച്ചുള്ള വിദ്യാഭ്യാസ പദ്ധതികളായിരിക്കണം. ജഗത്ത് ഒരു നാടകശാലയാണ് എന്ന് ബോധിപ്പിക്കുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസം നമുക്ക് ലഭിക്കണം. ഇന്നങ്ങനെ ലഭിക്കുന്നുണ്ടോ എന്നുള്ളത് സംശയമാണ്. കാരണം ലോകത്ത് അശാന്തിയും യുദ്ധവാസനയും വെറിയും എത്രയാ ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. പക്ഷേ പ്രാചീന കാലത്ത് നമ്മളുടെ ഋഷി പരമ്പര നമുക്ക് തന്നിട്ടുള്ള വിദ്യാഭ്യാസ പദ്ധതി അനുസരിച്ച് നമ്മുടെ വ്യാവഹാരിക ജീവിതത്തിൽ പോലും നമുക്ക് ഭേദചിന്ത ഉണ്ടാവണില്ല. നമ്മളെല്ലാം ഒന്ന്, വസുധൈവ കുടുംബകം എന്നുള്ള ആ ഒരു രീതിയാണ് നമ്മളെല്ലാവരും സമീപിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് ഞങ്ങൾ പഠിക്കുമ്പോൾ കൂടെ പഠിച്ചുള്ളൂ, പാർലമെന്റ് ലോ 28(1) ഇപ്രകാരം ഒരു പറയുന്നു, നോ റിലീജിയസ് ഇൻസ്ട്രക്ഷൻ ഷാൽ ബി പ്രൊവൈഡഡ് ഇൻ എനി എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് മെയിൻറ്റെയിൻഡ് ഔട്ട് ഓഫ് സ്റ്റേറ്റ് ഫണ്ട്സ്. അതായത് സർക്കാരിൻ്റെ ധനസഹായം കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു വിദ്യാലയത്തിലും മതപരമായ ശിക്ഷണം പാടുള്ളതല്ല. അപ്പോൾ ഏത് അർത്ഥത്തിലാണ് അത് ഉൾക്കൊള്ളിച്ചത് എന്നുള്ളത് അതിൻ്റെ അർത്ഥത്തിലല്ല ശരിക്കും ഉപയോഗപ്പെട്ടിട്ടുള്ളത്. അതിൻ്റെ പരിണാമം എന്താണ്? ഈ പ്രലംബാസുരനെ പോലെയുള്ള ഓരോരോ അസുരന്മാരെ, കംസനെ പോലുള്ള, ദന്താവക്ത്രനെ പോലെയുള്ള, ശിശുപാലനെ പോലുള്ള ഓരോ ആസുരിക ജന്മമായിട്ട് മാറുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് അത് തടയേണ്ട കാര്യമാണെന്ന് ഈ ലീല വഴി ഭഗവാൻ നമുക്ക് കാണിക്കാം. അസുരന്മാരുടെ ജന്മവും അവരുടെ നാശമൊക്കെ നമുക്ക് ഭയാനകമായും ഭയങ്കരമായിട്ടൊക്കെ തോന്നും. പക്ഷേ ഇതും ഭഗവാന്റെ ഒരു ലീല. എന്ത് ലീലയാ ഭഗവാന്റെ? നമുക്കറിയാം, സത്വം, രജസ്, തമസ് 3 ഗുണങ്ങളുണ്ട്. ഈ ത്രിഗുണങ്ങളുടെ വൃദ്ധിക്ഷയങ്ങൾ ഒരുമിച്ച് നടക്കണില്ല എന്ന് കാണിക്കുക. ഭഗവാന് തമോ ഗുണം അല്ലെങ്കിൽ സംഹരിക്കണം ലോകത്തെ എന്ന് തോന്നുമ്പോൾ ആസുരിക വാസനകൾക്കൊക്കെ വൃദ്ധി ഉണ്ടാവും. അപ്പോൾ ഭഗവാൻ അവതരിച്ച് അവരെയൊക്കെ സംഹരിക്കണം. ഇനി ആധ്യാത്മികമായിട്ട് കാര്യങ്ങളൊക്കെ നടക്കണു, സാത്വികതയ്ക്ക് വൃദ്ധി ഉണ്ടാവണു. അപ്പോൾ ഇതിൻ്റെ വൃദ്ധിക്ഷയങ്ങൾ ഒരുമിച്ച് നടക്കണില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ലീല. അപ്പോൾ ഈ ഗോപാലന്മാരെ, ഈ കുട്ടികളൊക്കെ കളിച്ചുകൊണ്ടിരിക്കണു. പ്രലംബാസുരൻ ഭഗവാനെ വധിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഗോപകുമാരൻ്റെ വേഷത്തിൽ വന്നു ചേർന്നു. അപ്പം സാധാരണ കുട്ടികളൊക്കെ ഇപ്പം നമ്മൾ നാട്ടിൻപുറത്ത് കളിക്കുന്ന പോലെ അസ്പൃശ്യലീല, തൊട്ടുകൂടാ കളി 2 പക്ഷമായിട്ട് മാറി. ബലരാമൻ്റെ പക്ഷം, ശ്രീകൃഷ്ണൻ്റെ പക്ഷം. രണ്ടിലും കുറേ കുട്ടികളുണ്ട്. ബലരാമനും ശ്രീകൃഷ്ണനും ലീഡേഴ്സാണ്. അപ്പോൾ ഈ ഗോപകുമാരൻ, ഈ പ്രലംബാസുരൻ അറിയാം ശ്രീകൃഷ്ണനെ ജയിക്കാൻ നന്നേ പ്രയാസമാണ്. അപ്പോൾ ശ്രീകൃഷ്ണന്റെ പക്ഷത്ത് വന്ന് തന്നെ ചേർന്നു. ശ്രീകൃഷ്ണന്റെ ടീമിൽ ഒരു മെമ്പറായിട്ട് മാറി. ബലരാമനെ വധിക്കാലോ എന്നുള്ള ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടു. ഭഗവാൻ ഇതെല്ലാം അറിയാം. അന്തർദ്രഷ്ട, ഭഗവാൻ എല്ലാവരുടെയും അന്തർദ്രഷ്ടാവാണ്. അഖിലത്തിനും സാക്ഷിയാണ് ഭഗവാൻ. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കളി മുറുകി. ഈ കളിയിൽ ഒരു നിബന്ധനയുണ്ട് കേട്ടോ. എന്താന്ന് വെച്ചാൽ, ആരാണോ തോൽക്കുന്നത്, എങ്ങനെയാ തോൽവി ഉണ്ടാവുക കളിയിൽ? രാമപക്ഷത്തിലെ ഒരാൾ കൃഷ്ണപക്ഷത്തിലെ ആരെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ ആ ടീം മുഴുവൻ ഔട്ടായി. കൃഷ്ണപക്ഷത്തിലെ ആളുകൾ മുഴുവൻ തോറ്റുപോയി. ഈ തോറ്റവരെ ഒരു കരാറുണ്ട്. ഈ തോറ്റവരെ ജയിച്ച പക്ഷക്കാരെ തോളിൽ ചുമന്നുകൊണ്ട് അവരുടെ ഒരു ലാൻഡ് മാർക്ക് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഭാണ്ഡീര വൃക്ഷം, ആ വൃക്ഷച്ചൂട് വരെ തോളിൽ ചുമന്നുകൊണ്ട് നടന്നുകൊണ്ട് പോകണം. അപ്പം ഇതാണ് അവിടുത്തെ നിബന്ധന. അപ്പം അതൊക്കെ അംഗീകരിച്ച് കളി മുറുകി വന്നു. പക്ഷേ സ്വാഭാവികമായിട്ട് ഇവിടെ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, ഭഗവാൻ അതൊരു ലീലയായിട്ട് കാണിക്കുന്നു. ശ്രീകൃഷ്ണന്റെ പക്ഷം തോറ്റുപോയി. അപ്പൊ തോറ്റ പക്ഷത്തിലെ ആളുകൾ ബലരാമ പക്ഷത്തിലെ ആളുകളെയൊക്കെ ചുമന്നുകൊണ്ട് ഈ ഭാണ്ഡീര വൃക്ഷം വരെ ഇങ്ങനെ നടന്നു പോകണം. അപ്പൊ ഇവിടെ പ്രലംബാസുരൻ ശ്രീകൃഷ്ണന്റെ കൂട്ടത്തിലുണ്ട്. ശ്രീകൃഷ്ണൻ രാമപക്ഷത്തിലെ ശ്രീരാമാവിനെ തോളിൽ ചുമന്നു. പ്രലംബാസുര രൂപിയായിട്ടുള്ള ആ ഗോപകുമാരന്റെ വേഷത്തിലുള്ള അസുരൻ ബലരാമനെ ചുമന്നു. ഇങ്ങനെ ഭാണ്ഡീര വൃക്ഷത്തിന്റെ അടുത്തേക്ക് നടക്കുക. ഇങ്ങനെ ചുമന്നുകൊണ്ട് നടന്നു. പക്ഷേ കരാറു പ്രകാരവുമുള്ള വൃക്ഷവും കടന്ന് വളരെ 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 അകലേക്ക് പോയി. ബലരാമനെ വധിക്കണം എന്നാണ് ഉദ്ദേശം. ഇപ്പൊ ഇവരുടെ മുന്നിൽ വെച്ച് ചെയ്യാൻ പറ്റില്ല, പ്രത്യേകിച്ച് കൃഷ്ണന്റെ മുന്നിൽ വെച്ചിട്ട്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിട്ടുള്ള ഒരു തത്വം ഇവിടെ പ്രകാശമായിട്ടിരിക്കണോ. എന്താന്ന് വെച്ചാൽ, ഭഗവാൻ ഈ സംസാരത്തിൽ നമ്മൾ ഭഗവാനിൽ നിന്ന് അകലെയായിട്ട് പോണു, വളരെ ദൂരം. ലോകേഷണ നമ്മളെ ബാധിക്കുമ്പോൾ, ലോകേഷണാരൂപിയായിട്ടുള്ള സംസാരത്തിൽ നമ്മളിങ്ങനെ ചലിക്കുമ്പോൾ അത് ഭഗവാനിൽ നിന്നും നമ്മളെ വളരെ അകറ്റിക്കളയണു എന്നുള്ളതാണ്. ഭാണ്ഡീര വൃക്ഷമാണ് വാസനയുടെ പ്രതീകമായിട്ട് ഇവിടെ ശ്രീ വേദവ്യാസ മഹർഷി അവതരിപ്പിച്ചിരിക്കുന്നത്. ലോകേഷണാരൂപിയായിട്ടുള്ള വാസന. അപ്പം എന്ത് ത്യജിച്ചാലും ഈ ജഗത്തിനോടുള്ള ഭ്രമം, ഇനിയും വേണം എന്ന് അനുഭവിച്ചാലും തീരാത്ത ആസക്തി, അതിന് ആരെ ത്യജിക്കാൻ, ആർക്കാണ് അതിന് സാധിക്കുന്നത്? അവർക്ക് ഭഗവാനെ കിട്ടും എന്നാണ് പറയണത്. അപ്പോൾ ബലരാമൻ നോക്കുമ്പോഴുണ്ട് ഈ പ്രലംബാസുരൻ തന്നെ ചുമന്നുകൊണ്ട് പോകുന്നത് കാണാൻ സാധിച്ചു. നേരത്തെ ഒരു ഗോപകുമാരനായിരുന്നു, ഇപ്പോൾ ഒരു അസുരൻ, വൻമല പോലെ കറുത്ത ശരീരം.
അപ്പൊ അവിടെയും ഒരു ഉപമയാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. തടുദ്യുമാനുടുപതി വാടിവാമ്പുദഹ. എപ്രകാരമാണോ കാർമേഘങ്ങൾ ചന്ദ്രനെ വഹിച്ചുകൊണ്ട് ഇങ്ങനെ പോകുന്നത്, അതേപോലെ കറുത്ത മല പോലെയുള്ള ഈ അസുരൻ ചന്ദ്രനെ പോലെ ശോഭിക്കുന്ന ബലരാമനെയും കുട്ടി ബലരാമനെയും വഹിച്ചിങ്ങനെ പോവാണെന്നാ പറഞ്ഞു. അവിടെയും ഒരു ലീല. അപ്പൊ ഇവിടെ കൃഷ്ണൻ യോഗശക്തിയുടെയും ബലരാമൻ ജ്ഞാനശക്തിയുടെയും പ്രതീകമാണെന്ന്. അപ്പൊ ഇവിടെ മായാരൂപത്തിൽ ഈ അസുരന് ഇദ്ദേഹത്തെ വഹിക്കാൻ സാധിക്കാണ്ട് പോയി. അതുകൊണ്ടാണ് ശരിക്കുള്ള രൂപം, വൻമല പോലെയുള്ള തൻ്റെ രൂപം പ്രകടമായത്. അപ്പോൾ എവിടെയാണോ ജ്ഞാനശക്തി ഇരിക്കുന്നത് അവിടെ മായയ്ക്ക് ഇരിക്കാൻ സാധ്യമല്ല എന്ന് കാണിക്കണം. അതുകൊണ്ട് ശരിക്കുള്ള രൂപം പുറത്തു വന്നു. ഇപ്പൊ നോക്കണു, ഗോപകുമാരനല്ല, അതിൻ്റെ സ്ഥാനത്ത് അസുരൻ. ആദ്യം ഒരു ഭ്രമം ഉണ്ടായെങ്കിലും തൻ്റെ ജ്ഞാനശക്തിയെ വർദ്ധിപ്പിച്ച് ബലരാമൻ മുഷ്ടി ചുരുട്ടി തലകൊരൊറ്റ അടി കൊടുത്തു. അതോടുകൂടി ചിറകറ്റു വീണ പർവ്വതം പോലെ അതാ പതിച്ചു പ്രലംബാസുരൻ. അങ്ങനെ പ്രലംബാസുരനെ വധിച്ചു. അപ്പൊ എവിടെയൊക്കെ ജ്ഞാനശക്തിയുടെ ആവശ്യമുണ്ടോ അവിടെ എവിടെയൊക്കെ ബലരാമന്റെ പരാക്രമത്തെ അദ്ദേഹം കാണിക്കുന്നുണ്ട് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ലീല. അങ്ങനെ 18-ാം അധ്യായത്തിൽ ആ ഭാഗം കഴിഞ്ഞു. ഇങ്ങനെ കുട്ടികളെ പശു മേയ്ക്കാനായിട്ട് കുട്ടികൾ കൃഷ്ണനും ബലരാമനും ഗോപകുമാരന്മാരും രാവിലെ തന്നെ അങ്ങോട്ട് ഇറങ്ങും വൃന്ദാവനത്തിൽ നിന്ന്. അങ്ങനെ പശുക്കളെയൊക്കെ മേയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പശുക്കളൊക്കെ ഇവർ കളിയിൽ തന്നെ ശ്രദ്ധ. പശുക്കളൊക്കെ ദൂരെ മേഞ്ഞു പോയി. കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ പശുക്കളെ ഒന്നും കാണാനില്ല. ഗോപന്മാർ ഒരുപാട് വിഷമിച്ചു. പശുക്കളെ നോക്കുന്നു, കാണുവാനില്ല. ശ്രീകൃഷ്ണനോട് പറഞ്ഞു, ഭഗവാനെ, നമ്മുടെ പശുക്കളെ ഒന്നും കാണാനില്ല. ഈ കുളമ്പ് വെച്ച ആ അടയാളം നോക്കി ഇവര് ദൂരെ പശുക്കളെ തിരഞ്ഞു നടന്നു. ഭഗവാനുണ്ട്, ഓരോ പശുക്കളെയും പേര് ചൊല്ലി വിളിച്ചു എന്നാണ്. അപ്പൊ ഭഗവാന്റെ ഈ ശബ്ദം കേട്ടപ്പോൾ, ഭഗവാന്റെ ശബ്ദമാധുരിയാണ് ഈ അധ്യായങ്ങളിൽ ഉടനീളം നമ്മൾ വേണുഗീതം വരെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പശുക്കളൊക്കെ ആനന്ദത്തോടു കൂടി ഓടിക്കൂടി. ശരിക്കും ഒരു കെമിസ്ട്രി വർക്കൗട്ട് ചെയ്ത് കാണിക്കുകയാണ് ഭഗവാൻ ഈ അധ്യായങ്ങളിലൊക്കെ. ഭഗവാൻ ഒരു ന്യൂക്ലിയസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ആ സെന്റർ ഓഫ് അട്രാക്ഷൻ ചുറ്റും ഇലക്ട്രോൺസ് ഒക്കെ ഇങ്ങനെ കറങ്ങുന്നത് പോലെ ആ പാതയിൽ എല്ലാവരും പശു പക്ഷി മൃഗാദികളും ഈ 17-14 ലോകവും ഭഗവാൻ അങ്ങനെ ആകർഷിച്ചിട്ട് നിർത്തുന്നു എന്നാണ്. പശുക്കളൊക്കെ ഓടിക്കൂടി ഭഗവാന്റെ അടുത്ത്. പക്ഷെ അപ്പോഴാണ് ഭയാക്രാന്തന്മാരായിട്ടുള്ള ഗോപന്മാരെ ഇവിടെ കാണാൻ സാധിക്കുന്നത്. എന്തു പറ്റി? ചുറ്റും തീ പടർന്നു. വലിയൊരു കാട്ടുതീ ഇവരെ ദഹിപ്പിക്കത്തക്ക വിധത്തിൽ അവിടെ ഇങ്ങനെ പടർന്നു പിടിച്ചിരിക്കുകയാണ്. ഇനി എന്തു ചെയ്യും എന്നറിയില്ല. അപ്പൊ എന്ത് പ്രതിസന്ധി വന്നാലും എന്ത് ബുദ്ധിമുട്ട് വന്നാലും സത്യത്തിൽ ഭഗവാനാണ്, അവതാരമാണെന്നൊന്നും അറിയണില്ല. തൻ്റെ കൂട്ടുകാരൻ ശ്രീകൃഷ്ണൻ രക്ഷിക്കും എന്നുള്ളൊരു വിശ്വാസം, ആ ഭഗവാനിലുള്ള ഒരു സമർപ്പണം. അപ്പൊ ഈ ഗോപന്മാരൊക്കെ ഭഗവാനെ എന്ന് പറഞ്ഞ് ആ കൃഷ്ണനോ അഭയം പ്രാപിക്കുകയാണെന്നാ പറയണം. അപ്പൊ ആ വരികൾ ഇതാ: കൃഷ്ണ കൃഷ്ണ മഹാവീരം ഹേ രാമാമിത വിക്രമാം ധാവാഗ്നിനാ ദഹ്യമാനാൻ പ്രപന്നാം സ്ഥാതുമർഹത നൂനം ത്വദ്ബാന്ധവാ കൃഷ്ണ ന ചാർഹന്ത്യവസീദിതും വയം ഹി സർവധർമ്മജ്ഞാ ത്വന്നാഥാസ്ത്വത്പരായണ. ഹേ ഭഗവാനെ, നീ അല്ലാതെ വേറൊരാശ്രയവും ജീവനെ അല്ല, ജീവാത്മാവ് പരമാത്മാവിനെ ഹൃദയത്തിന് അറിഞ്ഞ പോലെ ഹേ ഭഗവാനെ, നീയല്ലാതെ ഞങ്ങൾക്ക് ഒരു രക്ഷയുമില്ല എന്ന് പറഞ്ഞ് ഗോപന്മാർ പരിപൂർണ ശരണാഗതി. അപ്പം ജീവന് ഈ ആശ്രയബോധം നേരത്തെ ഉണ്ടാവണം. ഇപ്പം നമ്മുടെ വ്യാവഹാരിക ജീവിതത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മക്കളൊക്കെ ഉപേക്ഷിച്ച് ഏകദേശം ഒരു വനപ്രസ്ഥാശ്രമം എത്താറാവുന്ന സമയത്ത് എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടപ്പോൾ ഭഗവാനല്ലാണ്ട് ഇനി വേറെ ആശ്രയമില്ല. അപ്പോൾ ഭഗവാനെ പ്രാർത്ഥിക്കാൻ തുടങ്ങണം. അതുവരെ ഭഗവാനെ മറന്നു നമ്മൾ. വിപദ് വിസ്മരണം വിഷ്ണോഹോ. ഭഗവാനെ വിസ്മരിക്കുന്ന സമയത്ത് മുഴുവൻ നമുക്ക് ദുഃഖമാണ്. എന്നിട്ടും ആ ദുഃഖമൊക്കെ അനുഭവിച്ചിട്ടും അവസാന കാലത്ത് എല്ലാവരാലും ഉപേക്ഷിക്കപ്പെടുമ്പോൾ മാത്രമാണ് ഭഗവാനെ നീ തന്നെ ആശ്രയം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അതിലൊരു ധ്വനിയില്ലേ, വേറെ ആരെങ്കിലുമൊക്കെ ആശ്രയം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം നിന്റെ ആവശ്യം ഇല്ല എന്നുള്ള അർത്ഥത്തിൽ. അപ്പൊ ആ ആശ്രയബോധം നേരത്തെ തന്നെ ഉണ്ടാവണം എന്ന് കാണിക്കാൻ ഭഗവാന്റെ മറ്റൊരു ലീലയാണ് ഈ ധാവാഗ്നിപാനം. അഗ്നിയെ ഭഗവാൻ ഈ ശരണാഗതരുടെ ഈ ഗോപന്മാരുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് അഗ്നിയെ ഇല്ലാതാക്കുന്ന ഒരു ഭാഗമാണ്. ഭഗവാൻ പറഞ്ഞു, ഇത് ഇന്ദ്രിയങ്ങളാകുന്ന ഗോക്കളായിട്ടാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. ഗോക്കളൊക്കെ ഇങ്ങനെ മേഞ്ഞ് അകലേക്ക് പോയി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇന്ദ്രിയങ്ങൾ ഇപ്പം ശരീരത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ഈ നിമിഷം എന്തിലൊക്കെയൊക്കെയോ വ്യവഹരിക്കണു, വിഷയങ്ങളുടെ പുറകെ പോണു. വിഷയം അവിടെ വനമാണ്. അപ്പൊ ഇന്ദ്രിയങ്ങളാകുന്ന ഗോക്കൾ വിഷയങ്ങളാവുന്ന വനത്തിൽ വളരെ ദൂരെ പോകുമ്പോൾ ദുഃഖിയായിട്ട് തീർന്നു. ജീവൻ ദുഃഖമയമായിട്ട് മാറുന്നു. ആ ദുഃഖത്തിൽ നിന്നും രക്ഷിക്കാൻ ആര് തന്നെ കരുണ ചെയ്യണം? ഭഗവാൻ തന്നെ. പക്ഷെ ആരാണോ ശരണാഗതന്മാരാകുന്നത് അവർക്ക് മാത്രമേ രക്ഷ കിട്ടുള്ളൂ.
അപ്പോൾ ഭക്തനായിട്ട് മാറണം, എന്നാലേ ഭഗവാൻ നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും ന്യൂനതയുണ്ടെങ്കിൽ പരിഹരിക്കുള്ളൂ. അപ്പോൾ ഇവിടെ ശരണാഗതി ചെയ്തു. ഇത് ഭഗവാൻ നമ്മളോട് ചെയ്ത പ്രതിജ്ഞ. എന്നെ പരിപൂർണമായിട്ട് ശരണം പ്രാപിക്കുന്നവരുടെ യോഗക്ഷേമം ഞാൻ വഹിച്ചു കൊള്ളാം എന്ന് ഭഗവാൻ ഭക്തന്മാരോട് ചെയ്ത പ്രതിജ്ഞ. അതിനെ സത്യമാക്കത്തക്ക വിധത്തിൽ ഭഗവാൻ പറഞ്ഞു, നിങ്ങളൊക്കെ കണ്ണടച്ച് നിൽക്കൂ. കണ്ണടച്ച് നിന്നു. ആ വലിയ അഗ്നിയെ ഭഗവാൻ തൻ്റെ മുഖാന്തർഭാഗത്ത് ലയിപ്പിച്ചു. അഗ്നിയെ പാനം ചെയ്തു, അഗ്നിയെ വിഴുങ്ങി എന്നൊക്കെ പറയാം. ഇനി കണ്ണു തുറക്കുമ്പോഴേക്കും ഈ ഗോപന്മാരെ എവിടെ എത്തി നിൽക്കണു? വൃന്ദാവനത്തിൽ. രാവിലെ പോയതാ ഈ കുട്ടികള്, പശുവിനെയും കൊണ്ട് ഈ കുട്ടികളൊക്കെ രാവിലെ പോയതാ. അവരെ കാത്തിരിക്കുന്ന ഗോപസ്ത്രീകൾ. അപ്പൊ ഇവിടെ ഒരു രക്ഷ കിട്ടിയത് എങ്ങനെയാ? ഇനിമേൽ അഗ്നിബാധ ഉണ്ടാകാത്ത വിധം ഭഗവാൻ രക്ഷിച്ചു. അതെന്താ അങ്ങനെ പറയണേ? ഇനി അഗ്നി ബാധിച്ചൂടെ? ഇനി അഗ്നിക്ക് ഇരയായിക്കൂടെ? സാധ്യതയുണ്ട്. പക്ഷെ ഇവിടെ അഗ്നി എന്ന് പറയുന്നത് ഈ സംസാരം തന്നെയാണ്. നമ്മളൊക്കെ ആ അഗ്നിബാധയിലാണ്. സംസാരത്തിൽ ജനനം മരണം ഈ രണ്ടെണ്ണത്തിന്റെ ഇടയിൽ വലിയൊരു അഗ്നിബാധയാണ്. നമ്മൾ വലിയ ദുഃഖമാണ് നമ്മൾ അനുഭവിക്കുന്നത്. അപ്പൊ ഇനിമേൽ അഗ്നിബാധ ഉണ്ടാക്കാത്ത വിധം ഭഗവാൻ രക്ഷിച്ചു എന്ന് പറഞ്ഞാൽ ഇനിയൊരു ജന്മമേ ഇല്ല. ഭഗവാനെ പൂർണ്ണമായും സായുജ്യം പ്രാപിച്ചാൽ ഇനി അഗ്നിബാധ ഉണ്ടാവില്ല എന്നുള്ള അർത്ഥത്തിലേക്ക് നമ്മളോട് സ്വീകരിക്കാൻ ആചാര്യ പരമ്പര ഉദ്ഘോഷിക്കണം. അങ്ങനെ വൃന്ദാവനത്തിൽ വളരെ സന്തോഷമായിട്ട് യശോദ മുതലായിട്ടുള്ള ഗോപസ്ത്രീകൾ ഈ കുട്ടികളെയൊക്കെ കാത്തിരിക്കുകയാണ്. അപ്പോൾ അവരെ കണ്ടപ്പോൾ അവർക്ക് പരമാനന്ദമായി. കൃഷ്ണന്റെ സന്ദർശനമില്ലാത്ത സമയത്ത് അവർക്ക് മുഴുവൻ ദുഃഖം. കൃഷ്ണൻ ഇതാ വന്നപ്പോൾ അവർക്ക് വലിയ സന്തോഷം. ഗോപീനാം പരമാനന്ദ ആസീത് ഗോവിന്ദ ദർശനേ ക്ഷണം യുഗശതമിവ യാസാം യേന വിനാഭവത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഭഗവാന്റെ സന്ദർശനം ഇപ്പം വ്യാവഹാരിക ജീവിതത്തിൽ തന്നെ നമുക്ക് നോക്കി അറിയാൽ, നമുക്ക് പ്രിയപ്പെട്ട ഒരാൾ നമ്മുടെ അടുത്തിരിക്കുമ്പോൾ നമുക്ക് സമയം പോണതേ അറിയില്ല. എന്നാൽ അദ്ദേഹം അല്ലെങ്കിൽ അവർ നമ്മളെ വിട്ട് ദൂരെയായി കഴിഞ്ഞാൽ ഒരു ഞൊടി സമയം, ഒരു നിമിഷം അനേകം യുഗം പോലെ നമുക്ക് അനുഭവപ്പെടും, അല്ലേ? ഇത് വ്യാവഹാരിക ജീവിതത്തിലെ കഥ. ഇവിടെ കൃഷ്ണനാണ് സാക്ഷാൽ ഭഗവാൻ. നമ്മുടെ ഉള്ളിൽ അന്തര്യാമിയായി ജീവനായിരിക്കുന്ന ഭഗവാൻ. ആ ഭഗവാന്റെ സന്ദർശനം ഇല്ലാത്ത സമയത്ത് ഗോകുലം തന്നെ ഇങ്ങനെ വെന്തു വെണ്ണീറാവണ അവസ്ഥ. അവരൊക്കെ സന്തപിച്ചിട്ടിരിക്കുകയാണ്. ആ സന്താപം മുഴുവൻ ഒറ്റ നിമിഷം കൊണ്ട് പോകുന്നുണ്ട് ഭഗവാനെ കാണുമ്പോൾ. അപ്പോൾ ഭഗവാൻ വരുന്ന സമയത്ത് കാലം അവിടെ ഇരിക്കില്ല. ഭഗവാന്റെ അഭാവത്താൽ, അഭാവം എന്ന് പറഞ്ഞുകൂടെ, ശരിക്കും എല്ലായിടത്തും ഭഗവാന്റെ ഭാവം തന്നെ. പക്ഷെ നമ്മൾ ചിന്തിക്കുക ജീവൻ, ഭഗവാൻ നമ്മുടെ അടുത്തില്ല, ഭഗവാൻ അന്യനാണ് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ദുഃഖിയായിട്ട് തീർന്നു. അപ്പോൾ ഇതുപോലുള്ള അഗ്നിബാധ വരണു. അപ്പോൾ സമയമൊക്കെ കലാകാഷ്ഠ മാത്രം. ഇതൊക്കെ കാലത്തിൻ്റെ ഉള്ളിലാണ് നമ്മളൊക്കെ കിടക്കണത്. പക്ഷെ ഭഗവാന്റെ സാമീപ്യം കൊണ്ട് കാലം അവിടെ ഇരിക്കില്ല. സകലിടത്തും ഗോവിന്ദ ദർശനം. എല്ലാം ഭഗവാനായിട്ട് തോന്നുക. കാണുന്നതൊക്കെ ആ ഭഗവാന്റെ രൂപങ്ങളായിട്ട് ഇവർക്ക് അനുഭവപ്പെട്ടു എന്ന് പറയുന്ന ഒരു അധ്യായം. അങ്ങനെ ഗ്രീഷ്മകാലമൊക്കെ കടന്നുപോയി. ഇങ്ങനെ പതുക്കെ പതുക്കെ വർഷകാലം വന്നു, മഴക്കാലം വന്നു. മഴക്കാലം വന്നപ്പോൾ ശരിക്കും ഒരു ഉപാസകൻ, ഒരു സാധകൻ താൻ അനുഷ്ഠിക്കേണ്ട സംയമന രീതികൾ എന്തൊക്കെയാണോ അതൊക്കെ കാണിച്ചുകൊണ്ട് ഈ ഗുഹയ്ക്കുള്ളിൽ ഈ കുട്ടികളൊക്കെ, ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ട്രെയിനിങ് ആയിരിക്കും. ഭഗവാൻ ഗുഹയ്ക്കുള്ളിൽ തപസ് മുതലായിട്ടുള്ള ബ്രഹ്മസംബന്ധമായിട്ട് എന്തൊക്കെ വേണോ ആ രീതികളൊക്കെ അവിടെ അനുഷ്ഠിച്ച് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഋതുവർണ്ണന എന്ന് വളരെ ഗംഭീരപ്പെട്ട ഒരു അധ്യായമുണ്ട്. അത് നമ്മളൊക്കെ മനസ്സിലാക്കിയിരിക്കണം എന്ന് തോന്നിയിട്ടുണ്ട്. അതായത് ഗ്രീഷ്മകാലത്തിൻ്റെ കാഠിന്യം കൊണ്ട് വരണ്ട ഭൂമി, ജലവിധാനമൊക്കെ വളരെ വളരെ ചെറുതായിപ്പോയി. സാധാരണ നമ്മൾ വരണ്ടിരിക്കുന്ന സമയത്ത്, നമുക്ക് ദുഃഖിച്ചിരിക്കുന്ന സമയത്ത് സാധുക്കളും സന്യാസിമാരും കരുണാത്മാക്കളും നമ്മളെ എപ്രകാരം ശുശ്രൂഷിക്കുന്നുവോ, ദയോടുകൂടി നമുക്ക് അവരെന്തെങ്കിലും തരാൻ അവർക്ക് തോന്നി അവർ നമുക്കത് തരണം. അതുപോലെ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അതേപോലെയാണ് മേഘങ്ങൾ ഭൂമിയുടെ ഈ വരണ്ട അവസ്ഥ കണ്ടിട്ട് തൻ്റെ മുഴുവനായിട്ടുള്ള ജലത്തെയും വർഷിച്ചു എന്നാണ് പറയുന്നത്. അപ്പം ആ പ്രകൃതിയിലെ ഭാവം ജീവനോട് ബന്ധപ്പെടുത്തിയ ഒരു താരതമ്യ പഠനമാണ് ഈ അധ്യായം എന്ന് പറയുന്നത്. അതുപോലെ വർഷകാലം അതിൻ്റെ തീക്ഷ്ണതയിൽ, ഘോരവർഷം മഴ പെയ്തിട്ട് സമുദ്രങ്ങളൊക്കെ ഇങ്ങനെ ഇളകി മറിയ ഗാംഭീര്യത്തോടു കൂടി. ഇത് കണ്ടപ്പോൾ വേദവ്യാസ മഹർഷിക്ക് തോന്നി ഒരു ഭാവന, ഒരു കവിഭാവന. അവിടെ മഹർഷി ചിന്തിക്കുകയാണ്, എപ്രകാരമാണോ യോഗികൾ വിഷയത്തിലേക്ക് പോയത്, യോഗികളുടെ മനസ്സ് പോലും യോഗികളുടെ ചിത്തം പോലും വാസനാമയമാകുന്നത്, അതുപോലെയാണ് ക്ഷുഭിതമായിട്ടുള്ള ഈ സമുദ്രം കാണണേ എന്നാണ് പറയുന്നത്. അപ്പം ഈ ഓരോ കാര്യങ്ങളെയും ഓരോ പ്രകാരങ്ങളെയും ഋതുക്കളെയും നമ്മളെ ജീവനുമായി ബന്ധപ്പെടുത്തിയിട്ട് ഇവിടെ താരതമ്യം ചെയ്യണം. അപ്പം അതൊക്കെ എന്തിനാ ഇപ്പം ചെയ്യണേ? ഈ ഋതുവർണ്ണന നമ്മളെ ഏത് സമയത്ത് ഏത് രീതി കൈക്കൊള്ളണം എന്ന് പഠിക്കുവാൻ വേണ്ടിയിട്ടാണ്. ഭഗവാൻ തന്നെ പ്രകൃതീശ്വരൻ എന്ന് കാണിച്ച് ഈ പഠിക്കേണ്ടവർക്ക് ഉലകമേ ഒരു കലാശാല എന്ന് പറയുന്ന പോലെ ദത്തത്രേയ മഹർഷി 24 ഗുരുക്കന്മാരെ
മനസ്സിലാക്കി അത് ഈ പ്രകൃതിയിൽ നിന്നാണ് എന്നുള്ളത്. അപ്പം നമുക്കും ഈ ഋതുവർണ്ണന ഉപകാരപ്പെട്ടേക്കാം. അപ്പം മഴക്കാലത്തൊക്കെ ചെറിയ ചെറിയ പാതകൾ പുല്ല് പിടിച്ച് ചെളി നിറഞ്ഞ് കിടക്കുന്നുണ്ടാവും, അതിലൂടെയൊന്നും നടക്കാൻ തന്നെ വയ്യ. അത് കാണുമ്പോൾ ഇവിടെ കവി ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, കവിഭാവന ഇവിടെ വിടർന്നു. നമ്മുടെ ഉള്ളിൽ ഈ ശരീര മുതലായിട്ടുള്ള അനാത്മ പദാർത്ഥങ്ങളുടെ ആസക്തി നിറഞ്ഞ് അവിടെയൊക്കെ ഇങ്ങനെ കലുഷിതമായിട്ട് ഈ പുല്ല് പിടിച്ച വഴി പോലെ കിടക്കണം, അതുപോലെ ആയിരിക്കും എന്ന് സങ്കല്പിക്കുകയാണ്. ഇനി ഇതൊക്കെ മാറി വർഷകാലമൊക്കെ പോയി ശരത്കാലം വന്നു. അപ്പോൾ അവിടെ പ്രാണികൾക്കൊക്കെ ഈ വർഷകാലത്തിൽ താമരയുടെ ഇതളുകളൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞു പോയി അതീവ വൃഷ്ടി കൊണ്ട് അതൊക്കെ വീണ്ടും അതിനും ഒരു നവമായ സൗന്ദര്യം കൈവന്നു. അതൊക്കെ കാണുമ്പോൾ വീണ്ടും ജീവനുമായിട്ട് ബന്ധപ്പെടുത്തുന്ന കുറേ പ്രകാരങ്ങൾ ഇവിടെയുണ്ട്. ജലങ്ങളൊക്കെ സ്വച്ഛമായി, നദിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സ്വച്ഛമായിട്ട് ഇങ്ങനെ ഒഴുകണു. അപ്പോൾ അന്ധകരണ ശുദ്ധി വന്നു. ഇപ്പം നിത്യാഭ്യാസ രാഹിത്യം കൊണ്ട് നമുക്ക് ഏർപ്പെട്ട പ്രശ്നങ്ങളൊക്കെ അഭ്യാസം കൊണ്ട് നമ്മൾ വീണ്ടെടുക്കുന്നത് പോലെ ശാന്തമായിട്ട് തീർന്നു. യോഗികളുടെ ചിത്തം പോലെ വാസനാമയമല്ലാതെ അതിൽ നിന്നൊക്കെ അകന്ന് വളരെ ശാന്തമായിട്ട് തീരുന്ന ഒരവസ്ഥ നമുക്ക് കാണിക്കും. അപ്പോഴാണ് നദിയിലൊക്കെ കുറേ മത്സ്യങ്ങൾ ഇങ്ങനെ കടന്ന് കളിക്കണം. അപ്പം മത്സ്യങ്ങളൊക്കെ ഇങ്ങനെ കളിക്കുമ്പോൾ മത്സ്യങ്ങൾക്ക് അറിയണില്ല ഈ ജലവിധാനം പതുക്കെ പതുക്കെ താഴ്ന്ന് തൻ്റെ ജീവനൊക്കെ ആപത്ത് വരണു. അവർ അപായശങ്ക കൂടാതെ ഇങ്ങനെ കളിക്കണു. ഇത് കാണുമ്പോൾ ഗൃഹത്തിൽ ആസക്തി വരിച്ച ഒരു പുരുഷൻ, ഒരു ജീവൻ തൻ്റെ ആയുസ് പോകുന്നതറിയാതെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗൃഹത്തിൽ ഓരോ കാര്യങ്ങളിൽ രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതാണ് അദ്ദേഹത്തിന് തോന്നുന്നത് എന്നുള്ളതാണ്. അപ്പോൾ കൃഷിക്കാരുടെ അവസ്ഥയോ അത് മറ്റൊന്നാണ്. കൃഷിക്കാർ വയലിലൊക്കെ കൃഷി ചെയ്ത്, ഇപ്പോൾ അരിയുടെ കാര്യം നെല്ലിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നടിയിൽ പണി എന്ന് പറയുന്നത് ഈ ഒരു സമയത്ത്, ഈ ഒരു കാലഘട്ടത്തിൽ ഈ നടിയിലൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ കർഷകർ ആ ഫീൽഡ്, ആ ക്ഷേത്രത്തെ രക്ഷിക്കാൻ ക്ഷേത്രരക്ഷ എന്ന് പറയും. വരമ്പുകളൊക്കെ വെട്ടി വൃത്തിയാക്കി പുല്ലൊക്കെ മാറ്റി വൃത്തിയാക്കി മാറ്റും, ക്ഷേത്രരക്ഷ. അത് കണ്ടു കഴിഞ്ഞപ്പോൾ കവിക്ക് തോന്നി യോഗികളൊക്കെ ജ്ഞാനരക്ഷ ചെയ്യുകയാണോ എന്ന് തോന്നി. ഇപ്പം കള്ളന്മാരുണ്ട് എന്നറിയേ. ഏതൊക്കെയാ കള്ളന്മാര്? കാമക്രോധശ്ച ലോഭശ്ച ദേഹേ തിഷ്ഠന്തി തസ്കരാഹ. നമ്മുടെ ഉള്ളിൽ കുറേ കള്ളന്മാർ വന്ന് ചേർന്നിരിക്കുകയാണ്. കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മത്സര്യം തുടങ്ങിയിട്ടുള്ള ഇത്യാദി കള്ളന്മാർ. അവർ എന്ത് മോഷ്ടിക്കാനാ നമ്മുടെ ശരീരത്തിൽ മനസ്സിലൊക്കെ കയറി കൂടിയിരിക്കണത്? ജ്ഞാനരത്നാപഹാരായ തസ്മാത് ജാഗ്രത ജാഗ്രത. നമ്മളെ ഉണർന്നിരിക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ഉള്ളിലുള്ള ജ്ഞാനരത്നത്തെ അപഹരിച്ചു കൊണ്ടുപോകാൻ വേണ്ടി അവർ പാർത്തിരിക്കണു. നിങ്ങൾ ജാഗ്രത ആയിട്ടിരിക്കൂ, ഉണർന്നിരിക്കും. നിത്യാഭ്യാസ രാഹിത്യം കൊണ്ട് നമുക്കിങ്ങനെ വരാം. നമുക്ക് ഒരിക്കൽ ഹൃദിസ്ഥമായിരുന്ന ശ്രുതികളും മന്ത്രങ്ങളും ശാസ്ത്രങ്ങളും ഒക്കെ മറന്നു പോകുന്നത് പോലെയാണ് ഈ കാലാവസ്ഥയിൽ. ഉപയോഗിക്കാതിരുന്ന വഴികൾ പുല്ല് പിടിച്ച് ചെളി നിറഞ്ഞ് കിടക്കുന്നത് പോലെയാണ് നമ്മളുടെ മനസ്സ്. അപ്പം ഈ ഋതുവർണ്ണനയിലൂടെയൊക്കെ നമ്മൾ ഏതേത് സമയത്ത് ഏതേത് സംയമന രീതികൾ ഉപയോഗിച്ച് സാധകനായും ഉപാസകനായും ഉയരണം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇങ്ങനെയൊക്കെ കഴിഞ്ഞ് ശരത്കാലം ആവിർഭവിച്ചതോടുകൂടി ഗോപാലന്മാരും ശ്രീകൃഷ്ണനും ആ ഗുഹയ്ക്കൊക്കെ ഉള്ളിൽ നിന്ന് ഇറങ്ങി വൃന്ദാവനത്തിലേക്ക് തിരിച്ചു പോവാം. ആ പ്രകൃതി വർണ്ണന അവിടെയുണ്ട്. കുസുമിത വനരാജി ശുഷ്മഭിംഗം ദ്വിജകുലഗുഷ്ട സരസരീൻ മഹീന്ദ്രം മധുപതിരവഗാഹ്യ ചാരയൻ ഗാഹ സഹ പശുപാല ഫലച്ചു കൂജവേണും. ഭഗവാന്റെ വേണുഗാനവാദനമാണ് ഈ ഒരു അധ്യായത്തിൽ. വേണുഗാനം വെച്ചാൽ ശബ്ദബ്രഹ്മം. ഭഗവാന്റെ വേണുഗാനം ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരുണ്ട്? സാധാരണ ഒരു ജഡവസ്തുവിൽ നിന്ന്, റേഡിയോയിൽ നിന്നോ ടി വിയിൽ നിന്നോ കേൾക്കുന്ന ഗാനം കേട്ട് കഴിഞ്ഞ് നമ്മൾ സ്തബ്ധരായിട്ട് ഇങ്ങനെ നിൽക്കാറുണ്ട്, മുഗ്ധരായിട്ട് ഇങ്ങനെ നിൽക്കാറുണ്ട്. അപ്പം ചൈതന്യത്തിൻ്റെ, ജഡവസ്തുക്കളിൽ നിന്ന് വരുന്ന ശബ്ദം നമ്മളെ ഇത്രയും മാത്രം സ്വാധീനിക്കുന്നുവെങ്കിൽ ചൈതന്യത്തിൻ്റെ ഈ വേണുവിൽ നിന്ന് വരുന്ന ശബ്ദം നമ്മളെ എത്രമാത്രം മുഗ്ധരായിരിക്കും. അതിലൊരു ആശ്ചര്യവും ഇല്ല എന്ന് കാണിക്കാൻ വേണ്ടി ഒരധ്യായം. ഇപ്പം ശാന്തിപാഠങ്ങൾ പലതും വേദങ്ങൾ പറയും. ഭദ്രം കർണേബ് ശൃണുയാമദേവ. എനിക്ക് ശ്രേയസ് ഉണ്ടാക്കത്ത വിധത്തിലുള്ള ശബ്ദങ്ങൾ കേൾക്കുമാറാകട്ടെ എന്നുള്ള വലിയൊരു പ്രാർത്ഥനയോടുകൂടിയാണ് നമ്മളുടെ മന്ത്രാർത്ഥങ്ങളൊക്കെ ഇങ്ങനെ തുടങ്ങുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ നീചമായിട്ടുള്ളൊരു കാര്യം, നീചവാണി കേട്ടാൽ അത് കുറേ കാലം നമ്മളുടെ ഹൃദയത്തിലിരിക്കും. ഇപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു സുഹൃത്താണ് നമ്മളോട് അങ്ങനെ സംസാരിച്ചെങ്കിൽ കുറേ കാലം കഴിഞ്ഞാൽ അവനെ കണ്ടാലും നമ്മൾ ചോദിച്ചു, നീ അന്ന് അങ്ങനെ പറഞ്ഞില്ലേ എന്ന് വരെ നമ്മൾ ചോദിക്കും. അപ്പോൾ ഒരു ശുഭവാണി കേട്ടാൽ നമുക്ക് എന്ത് സംഭവിക്കും? നമ്മുടെ ഉള്ളിൽ ബ്രഹ്മാകാര വൃത്തി ഉണ്ടാവും എന്ന് പറയുന്നു. അപ്പം നമ്മൾ അതിന് അധികാരികളായിട്ട് മാറുക എന്നുള്ള ആ ഒരു അവസ്ഥയിലേക്കാണ് ഇവിടെ
ഭഗവാന്റെ വാങ്മയ സ്വരൂപമാണ് ഭാഗവതം എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന പോലെ ഈ വേണുഗാനം എന്ന് പറയണത് അത് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ലെങ്കിലും കാതുകൊണ്ട് അതിൻ്റെ രസം ആസ്വദിക്കാനായിട്ട് അത് ഭഗവാന്റെ അപ്രമേയ സ്വരൂപമാണ് എന്നിവിടെ കാണിക്കണു വേണുഗാനത്തിലെ ഓരോ വരിയിലൂടെ. അപ്പോൾ ഗോപസ്ത്രീകളൊക്കെ ഈ വേണുഗാനം ഭഗവാൻ ചെയ്യണേനെ പറ്റി ഇങ്ങനെ പറഞ്ഞ് പരസ്പരം ആനന്ദിക്കണ ഒരു രംഗം. ബർഹാപീഠം നടവരവഭു കർണയോ കർണികാരം ബിഭ്രദ്വാസ കനക കപിശ വൈജയന്തീം ചമാലാം രന്ധ്രാൻ വേണോഹോ അധരസുതയാ പൂരയൻ ഗോപവൃന്ദേർവൃന്ദാരണ്യം സ്വപദരമണം പ്രാവിശത് ഗീതകീർത്തി. ഭഗവാൻ വേണുഗാനം ചെയ്യണത് എങ്ങനെയിരിക്കുമെന്ന് അവരുടെ മനോമണ്ഡലത്തിൽ ഇങ്ങനെ ആസ്വദിക്കുകയാണ്. ശ്രവണം, മനനം, രണ്ട് ഭക്തിയുടെ ഭാവങ്ങൾ. വേണുഗാനം കേട്ടിട്ട് ആ നാമത്തിലൂടെ, ആ നാമലീലയിലൂടെ ഭഗവാന്റെ രൂപത്തെ ഇങ്ങനെ അനാവരണം ചെയ്തുകൊണ്ട് വരിക. അത് ഗോപസ്ത്രീകൾ രണ്ട് തരത്തിലുള്ള ഭക്തിപ്രകാരങ്ങൾ നമുക്ക് കാണിക്കണം. അപ്പം ശ്രവിച്ചത് നമ്മളുടെ മനസ്സിൽ മനനം ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പം ഇവിടെ മയിൽപീലി ചൂടി പീതാംബരം ധരിച്ച് നീലമേഘശ്യാമളനായിട്ട് അധരസുതയാൽ വേണുവിനെ പൂരണം ചെയ്തുകൊണ്ട് കണ്ണൻ ഇതാ വരണു എന്നുള്ളത് സങ്കല്പിക്കുകയാണ് ആദ്യം ഗോപസ്ത്രീകൾ. എന്നിട്ട് ഒരു ഗോപിക മറ്റൊരു ഗോപികയോട് പറയാണ്, നോക്കൂ, നമ്മുടെ ഇന്ദ്രിയങ്ങൾക്കൊക്കെ എന്തൊരു ഫലം, പരമമായ ഫലം തന്നെ. കാരണം കണ്ണുകൊണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണനെയാണ് കാണുന്നത്. ആ ഇന്ദ്രിയങ്ങളുടെ പരമമായ ഫലത്തെ ചൊല്ലി ആനന്ദിക്കുമ്പോഴത്തേക്കും ദാ കൃഷ്ണൻ നടന്നു വരണു. ഈ പറഞ്ഞ പോലെ ആ വേഷങ്ങളൊക്കെ ധരിച്ചിട്ട് ഭഗവാൻ വരണ. ചൂതപ്രവാള ബർഹസ്ത ഭഗോൽപലാബ്ജ മാലാനുപൃക്ത പരിധാന വിചിത്ര വേഷോ. ഭഗവാന്റെ വിചിത്ര വേഷത്തിനെ പറ്റി വർണ്ണനയാണ്. മാവിൻ തളിര്, പൂവിൻ കൊത്ത്, നീലോൽപ്പലം, മയിൽപീലി എന്നൊക്കെ ധരിച്ചിട്ട് മധ്യേ വിരേജതുരലം പശുപാലഗോഷ്ട്യാഹ രംഗേ യഥാ നടവരോ ക്വച ഗായമാനോ. നടവര ഗോപാലനായിട്ട് വരണു എന്നാ പറയും. നടവരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ യഥാർത്ഥ സ്വരൂപത്തെ വിദഗ്ധമായിട്ട് മറച്ചു വയ്ക്കാൻ കഴിയുന്നവനും വിദഗ്ധമായിട്ട് ഓരോ ലീലയെ പ്രദർശിപ്പിക്കാൻ വൈദഗ്ധ്യമുള്ളവനുമാണ് നടവരൻ. അങ്ങനെയുള്ള ഒരു വേഷമാണ്. കാലുകളൊക്കെ ഇങ്ങനെ പിണച്ച് വെച്ചിട്ടാണ് ആ പ്രകൃതീശ്വരൻ ഗോപസ്ത്രീകളുടെ ഇടയിലേക്ക് ഇങ്ങനെ ഇറങ്ങി വരണത്. അപ്പം നാടകത്തിൽ ചിലപ്പോൾ പല ലീലകളും നമ്മൾ കാണും. നാടകത്തിൽ ഒരു നടൻ മറ്റൊരു നടനെ അടിക്കുന്നതും തല്ലുന്നതും അല്ലെങ്കിൽ സ്നേഹമായിട്ട് പെരുമാറുന്നതും ഇതൊക്കെ പ്രേക്ഷകരെ രസിപ്പിക്കാൻ വേണ്ടി മാത്രം ചെയ്യണതാണ്. അപ്പം അതൊക്കെ സത്യമാണെന്ന് വിചാരിച്ചാൽ നമ്മൾ അബദ്ധത്തിലായിപ്പോവും. അതേപോലെ നടവരൻ എന്നുള്ള ശബ്ദം കൊണ്ട് തന്നെ പറയുന്നു, ഇവിടെ ഒരു നാടകം നടക്കുകയാണ്, ഈ നാടകത്തിലുള്ളതൊക്കെ സത്യമാണ് എന്ന് നമ്മളങ്ങോട്ട് വിശ്വസിച്ചാൽ നമ്മളും പ്രശ്നത്തിലായി പോകും, നമ്മളും ഈ സംസാരത്തിൽ വീഴും എന്നാണ്. അങ്ങനെ ഭഗവാൻ എപ്പോൾ വേണുവാദനം ചെയ്യാൻ തുടങ്ങിയോ ബ്രഹ്മാണ്ടങ്ങളൊക്കെ സ്തബ്ധമായി പോയി. അവിടെ മാനുകളൊക്കെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ മാനുകളൊക്കെ അത് നിർത്തി കണ്ണ് ചിമിട്ടാതെ ഭഗവാനെ നോക്കണു. പശുക്കൾ പുല്ല് ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പുല്ലൊക്കെ ചവയ്ക്കുന്നത് നിർത്തി ആ വേണുവാദനത്തിൽ ആകർഷ്ടരായിട്ട് നിൽക്കണു. ഗോപസ്ത്രീകൾ ആനന്ദതുന്ദലതരായിട്ട് അവിടെ നിൽക്കണു. മയിലുകളൊക്കെ ആനന്ദ നൃത്തം ചെയ്യണു. ഇങ്ങനെ ഓരോ ജീവനും ആ വേണുഗാനം കേൾക്കുമ്പോൾ ഇങ്ങനെ അത്ഭുതം അവിടെ നിൽക്കണം. ശരിക്കും നമ്മൾ ഈ പ്രപഞ്ചത്തിൽ ഏതൊരു ശബ്ദവും എടുത്താലും അത് ഭഗവാനിൽ നിന്ന് ഭിന്നമല്ല എന്നറിയുമ്പോൾ അത് വേണുഗാനമായിട്ട് മാറും. ഇപ്പം നമുക്ക് ഇഷ്ടപ്പെടുന്നതും നമുക്ക് ഇഷ്ടപ്പെടാത്തതും പലതരത്തിലുള്ള ശബ്ദങ്ങൾ നമ്മൾ ഈ പ്രപഞ്ചത്തിൽ കേൾക്കും. പക്ഷെ ഇതെല്ലാം ഒരേ ചൈതന്യത്തിൽ നിന്നാണ് വരുന്നത്. ഒരേ ചൈതന്യത്തിൻ്റെ വിവിധ പ്രകാരങ്ങളാണ് എന്ന് മനസ്സിലാക്കിയാൽ അതിലൊരു സൗന്ദര്യത്തെ കാണാൻ കഴിയും, അതിലൊരു കലയെ കാണാൻ കഴിയും, അതിലൊരു സംഗീതത്തെ കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ഗോപസ്ത്രീകൾ പരസ്പരം പറയുക ഇവിടെ, ഗോപ്യാഹ കിമാചരതയ കുശലം സ്മ വേണോഹോ ദാമോദര അധരസുധാമപി ഗോപികാനാം. ഗോപികൾ പറയാ, ഈ വേണു എന്തൊരു ഭാഗ്യം ചെയ്തിരിക്കണം. അത് ഒരു ഉപമയും കൂടിയുണ്ട്. എന്താന്ന് വെച്ചാൽ, ഇപ്പം നമ്മളുടെ ഒരു കുടുംബത്തിൽ ഒരു ഭക്തൻ വന്നു, ആ ഭക്തൻ ഭഗവത് സായുജ്യ പ്രാപ്തി നേടി എന്നുണ്ടെങ്കിൽ ആ ഭക്തനെ തലമുറയായിട്ട് ഇങ്ങനെ വാഴ്ത്തും. ഓ, ഈ ഭക്തൻ ഞങ്ങളുടെ കുടുംബത്തിലാണ് വന്ന് പിറന്നിട്ടുള്ളതുള്ള അഭിമാനം, ആ സന്തോഷം, അതിൽ നമ്മൾ ആനന്ദാശ്രുക്കൾ വിടും. അതേപോലെ ഈ വേണുഗാനവാദനം കേട്ടിട്ട് നദീതീരത്ത് കുറേ മുളകൾ ഇരിക്കുന്നുണ്ട്. ആ മുളകളൊക്കെ ഈ മഴക്കാലത്തിന് ശേഷം ശരത്കാലം വന്നപ്പോൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക. അത് കുളിര് കോരി നിൽക്കുകയാണോ തോന്നും. എന്തുകൊണ്ടാണ് കുളിര് വരണത് മുളകൾക്കൊക്കെ? മുളകൾ ചിന്തിക്കുക, ഞങ്ങളിലൊരു മുളയല്ലേ ഈ മുരളിയായിട്ട്, ഈ ഓടക്കുഴലായിട്ട്, ഈ വേണുവായിട്ട് തീർന്നത് എന്ന് ആനന്ദാശ്രു വിടുകയാണോ എന്ന് തോന്നിപ്പോകുന്നു. അപ്പം പ്രകൃതി പോലും ഭഗവാനിൽ നിന്ന് ഭിന്നമല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ലീല.
അതാണ് ഗോപസ്ത്രീകൾ ഇവിടെ വേണുവിൻ്റെ പറയാണ്. വേണുവിനോട് ഒരു ഗോപിക ചോദിച്ചു ഇത്രേ ഒരു പ്രാവശ്യം, അല്ലയോ വേണു, നീ എത്ര ഭാഗ്യം ചെയ്തിരിക്കണു, നിന്നെ എപ്പോഴും കൃഷ്ണൻ കൂടെ വെക്കണു, ഞങ്ങളെയൊക്കെ ഉപേക്ഷിച്ചാലും നിന്നെ ചുണ്ടിൽ വെക്കണു, വക്ഷത്തിൽ വെക്കണു, നിന്നെ എപ്പോഴും കൂടെ കൊണ്ട് നടക്കണു, നീ എത്ര തപസ് ചെയ്തു. അപ്പം വേണു പറഞ്ഞു, എൻ്റെ ഉള്ളിൽ നോക്കൂ, ഒന്നുമില്ല, പൊള്ളയാണ്. എപ്പോഴാണോ അഹങ്കാരത്തിൻ്റെ ലേശം പോലും നമ്മുടെ ഉള്ളിൽ ഇല്ലാണ്ടാവണത്, അപ്പം നിങ്ങളെയൊക്കെ ഇതുപോലെ ഭഗവാൻ കൂടെ വെക്കും എന്ന് പറഞ്ഞു. എപ്പോഴാണോ നിങ്ങൾ ഹോളോ ആകണത്, അപ്പം നിങ്ങൾ ഹോളി ആവും. വെൻ യു ബിക്കം ഹോളോ യു വിൽ ബിക്കം ഹോളി എന്ന് പറഞ്ഞു കൊടുത്തു. സത്യമാണ്. അഹങ്കാരത്തിൻ്റെ ലേശം പോലും ഭഗവാനിൽ ചുറ്റപ്പെട്ടവരിൽ പോലും ഉണ്ടായപ്പോൾ ഭഗവാൻ അത് നീക്കുന്ന ഒരു ലീല നമുക്കറിയാം. കൈതപ്പുരം ദാമോദരൻ നമ്പൂതിരി അവരുടെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ചില വരികളുണ്ട്. ഗോപസ്ത്രീകൾ ഓരോരുത്തരും ആദ്യം വിചാരിച്ചു കൃഷ്ണൻ എൻ്റെയാണ് എനിക്കുള്ളതാണ്. അപ്പം രാധികയ്ക്ക് ഒരു മോഹം, കൃഷ്ണൻ എൻ്റെയാണെന്ന് കാണിക്കണം. അപ്പം മറ്റു ഗോപസ്ത്രീകളുടെ മുന്നിൽ കൃഷ്ണൻ എൻ്റെയാണ്, കൃഷ്ണ കാലുകൊണ്ട് നടക്കാൻ വയ്യ കഴിച്ചിട്ട്, എന്നെ ഒന്ന് എടുത്ത് കുറച്ച് ദൂരം നടക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ കൃഷ്ണൻ ശരിയെന്ന് പറഞ്ഞു. അപ്പം എൻ്റെ എന്ന് കാണിക്കാൻ വേണ്ടി ഒരു ഗർവ് ഉള്ളിൽ വന്നു. അപ്പം തന്നെ ഭഗവാൻ അവിടെ നിന്ന് അപ്രത്യക്ഷമായി കഴിഞ്ഞു. അപ്പോൾ ആ വരികൾ വളരെ ഗംഭീരമായിട്ട് അദ്ദേഹം വർണ്ണിച്ചിട്ടുണ്ട്. വേഗമില്ല നടപ്പതിനൊട്ടും വേണമെങ്കിലെടുത്തു കൊള്ളേണം, ചേലമെല്ലെ ചുരുട്ടിപ്പിടിച്ചു ചാലേ ചെന്നു കഴുത്തിൽ കേറാനാൽ തോളിൽ തപ്പിപ്പിടിച്ചപ്പോൾ കണ്ടില്ല, അയ്യയ്യോ ഇതു ചെയ്യല്ലേ കണ്ണാ, അയ്യയ്യോ ഇതു ചെയ്യല്ലേ കണ്ണാ. അപ്പം ഞാൻ എന്നുള്ള ഭാവം എൻ്റേതെന്നാക്കാനുള്ള ഭാവം. ഭഗവാൻ സാർവലൗകികനാണ്, എല്ലാവർക്കും ഉള്ളതാണ്. അല്ലാണ്ട് ഒരു ഗോപസ്ത്രീക്കോ രാധികയ്ക്കോ മാത്രം അവകാശപ്പെട്ട ആളല്ല എന്ന് കാണിക്കാൻ വേണ്ടി. അപ്പോൾ വേണു പറയാണ്, എൻ്റെ ചിത്രങ്ങളിൽ കൂടി, എൻ്റെ ആ സുഷിരങ്ങളിൽ കൂടി എത്ര മനോഹരമായിട്ട്. ഇപ്പം നമ്മളൊക്കെ ഓടക്കുഴൽ വായിക്കാൻ അറിയാത്തവരൊക്കെ വായിച്ചു കഴിഞ്ഞാൽ വല്ലാത്ത അസ്വാരസ്യം അനുഭവപ്പെടും. പക്ഷേ ഇതൊക്കെ ആ വേണുവാദനമാക്കി തീർക്കാനുള്ള ഭഗവാന്റെ നാമലീലയായിട്ട് ഇവിടെ മാറ്റിയെടുത്തിരിക്കുകയാണ് എന്നുള്ളത്. വൃന്ദാവനത്തെ സംബന്ധിച്ച് വൃന്ദാവനം ഒരു സത്സംഗ സ്ഥലമാണ്. നിത്യേന ശ്രവണം നടക്കും. എങ്ങനെയാണെങ്കിൽ ഒരു ബ്രഹ്മനിഷ്ഠനായിട്ടുള്ള ഒരു ഗുരു ഉണ്ടാവും, അതിന് അധികാരപ്പെട്ട ശിഷ്യൻ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയാണ് അതിൽ നിന്ന് ആ ബ്രഹ്മാകാര വൃത്തിയിലേക്ക് നമ്മളെ നയിക്കാനുള്ള ശബ്ദത്തെ ശ്രവിക്കാൻ സാധിക്കും. അപ്പം ഭഗവാന്റെ ആദ്യത്തെ വേണുവാദനമാണ് വേദങ്ങൾ, ഓംകാരം. ആ വേദം എന്ന് പറയുന്നത് ഭഗവാന്റെ പിന്നീട് വന്നിട്ടുള്ള എല്ലാ ശബ്ദങ്ങളും ഈ ബ്രാഞ്ചസ് ഓഫ് വേദാസ്, അതിൻ്റെ ഉപശാഖകളാണ് എന്ന് തിരിച്ചറിയാനുള്ള ഒരു കഴിവിലേക്ക് നമ്മളെ ഇവിടെ കൊണ്ടുപോയിരിക്കുകയാണ് എന്നുള്ളതാണ്. അപ്പം ഗോപികളൊക്കെ ഭഗവാന്റെ ഈ വേണുവാദനം ശ്രവിച്ച് പ്രേമ പരവശരായിട്ട് തീർന്നു. എപ്രകാരമാണോ ഒരു ഭക്തൻ ഭഗവാനെക്കുറിച്ച് ശ്രവിച്ച് ബ്രഹ്മസംബന്ധത്തിനുള്ള ഇച്ഛ ഉണ്ടാവുന്നത്, എപ്പോഴാണോ ഒരു ജ്ഞാനി വേദശ്രവണങ്ങളൊക്കെ ശ്രവിച്ച് വേദാന്തിയായിട്ട് മാറണത്, അതുപോലെ ബ്രഹ്മചാരികളായിട്ടുള്ള ഭക്തന്മാരുടെ കഥയാണ് ഈ ഗോപികളുടെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് എന്നാണ്. അപ്പോൾ ആ ഭക്തരായിട്ടുള്ള ഗോപസ്ത്രീകൾ ഭഗവാനെ വേണം എന്ന് ആഗ്രഹിക്കാൻ തുടങ്ങി. ഈ വേണുവിൻ്റെ ശബ്ദം, ഈ മുരളികയിലൂടെ ഒഴുകുന്ന സംഗീതം, ഈ ശ്രുതി ശുദ്ധമായിട്ട് നമുക്ക് കേൾക്കണമെങ്കിൽ നമ്മൾ എങ്ങനെയായിട്ട് തീരണം എന്നിവിടെ കാണിക്കണം. ഗോപസ്ത്രീകളുടേതുപോലുള്ള കാതുകളാക്കി നമ്മളുടെ കാതുകളെ മാറ്റണം. അങ്ങനെയുള്ള ശ്രവണം ചെയ്യാനുള്ള കാതുകളാക്കി അതിനുള്ള അർഹത നമ്മൾ നേടിയെടുക്കുമ്പോഴേ ഈ ശാരീരമാധുരിയും കണ്ടും കേട്ടും ഗോപികളെ പോലെ ആ പരമാനന്ദത്തിൽ ലയിക്കുവാൻ നമുക്ക് സാധിക്കുള്ളൂ എന്നുള്ളതാണ്. അപ്പം അങ്ങനെയൊക്കെ കഴിഞ്ഞ് ഇവിടെ അടുത്ത അധ്യായത്തിലേക്ക് വരുമ്പോൾ ഗോപസ്ത്രീകൾക്ക് ഒരാഗ്രഹം ഉണ്ടാവുകയാണ്. ശരിക്കും ബ്രഹ്മചാരികളായിട്ടുള്ള ഭക്തൻ്റെ കഥ ഭാഗവതം നമ്മളിലേക്ക് പറഞ്ഞു തരണം. ഭഗവാനെ പതിയായിട്ട് ലഭിക്കുവാൻ വേണ്ടിയിട്ടുള്ള അതികഠിനമായിട്ടുള്ള വ്രതം സ്വീകരിച്ചിട്ടുള്ള ഗോപസ്ത്രീകളുടെ കഥ എന്നുള്ളത്. അപ്പോൾ വ്രജത്തിലെ കുമാരികൾ മാർഗശീർഷമാസം വന്നപ്പോൾ കാർത്യായനി വ്രതം കൈക്കൊണ്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണനെ പതിയായിട്ട് ലഭിക്കാൻ കാർത്യായനി വ്രതം. അപ്പോൾ വ്രതമൊക്കെ നമ്മളുടെ അന്ധകരണ ശുദ്ധിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ വേണുവാദനം കേട്ട് നമ്മളുടെ ഉള്ളം ശുദ്ധമായി. അപ്പോൾ പിന്നെ നമ്മളുടെ ലക്ഷ്യത്തിലേക്ക് അധികം ദൂരമില്ല എന്നർത്ഥം. അപ്പോൾ ഇവിടെ കാർത്യായനി പൂജയിലേക്ക് ഇവർ പ്രവേശിക്കണു. എന്തിനാ ഭഗവതിയെ പൂജിക്കണേ? ഭഗവാനെ കിട്ടാൻ വേണ്ടി.
അപ്പം ഇത് വളരെ കൃത്യമായിട്ട് സ്പഷ്ടമായിട്ടും പറഞ്ഞു തരുന്ന വേറൊരു പുരാണവും ഇല്ല എന്ന് തോന്നിപ്പോകും സത്യത്തിൽ. ഈ ഭഗവതിയും ഭഗവാനും ഒക്കെ ഒന്നാണ്. നമ്മളാണ് അതിനെ പല രൂപങ്ങളായിട്ട് ഒന്നായ നിന്നയിഹ രണ്ടെന്നു കണ്ടളവിൽ ഉണ്ടായൊരിണ്ടൽ ഇപ്പോഴും നമ്മൾ ദുഃഖിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഒരേ ചൈതന്യത്തിൻ്റെ പല പല രൂപങ്ങളാണ്, പല ഡ്യൂട്ടി ചെയ്യാൻ പല പേര് വരുന്നത് പോലെ. ഏകം സത് വിപ്രാഹ ബഹുധാ വദന്തി. അപ്പം അത് മനസ്സിലാക്കണു. അപ്പം ഗോപസ്ത്രീകൾക്ക് അതറിയാം. അവർ കാത്യായനി പൂജ എടുത്തു. അപ്പം കാത്യായനി വ്രതം ഇവർ ഒരേ സ്വരത്തിലാണ് പ്രാർത്ഥിക്കണേ. അതാണ് അത്ഭുതം. കാത്യായനി മഹാമായേ മഹായോഗിന്നതീശ്വരി നന്ദഗോപസുതം ദേവി പതിം മേ ഗുരുദേ നമഃ. കാത്യായനി മഹാമായേ മഹായോഗിന്നതീശ്വരി നന്ദഗോപസുതം ദേവി പതിം മേ ഗുരുദേ നമഃ. നമ്മളുടെ ധർമ്മശാസ്ത്രങ്ങളായിട്ടുള്ള സ്മൃതികൾ പറയുന്നു, സ്ത്രീണാം തു ദൈവതം ഭർത്ത. എല്ലാവർക്കും ഭഗവാനെ സ്ത്രീകൾക്ക് ഭർത്താവായിട്ട് ഗ്രഹിക്കാൻ അധികാരമുണ്ട്. അപ്പം ആരാ ഈ സ്ത്രീകൾ? സ്ത്രീകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭാഗം ആൾക്കാരെയാണോ നമ്മൾ സ്ത്രീകൾ എന്ന് പറയണത്? ജീവരൂപേണ എല്ലാം സ്ത്രീകളാണ്. അപ്പം ഇതൊക്കെ പറയുമ്പോൾ വ്യാവഹാരികതയിൽ അയ്യോ പുരുഷൻ എന്ന് പറയുന്നതിൻ്റെ പുരുഷത്വത്തെ ഇല്ലാണ്ട് സംസാരിക്കുകയെന്ന് തോന്നും. ഇത് ലൗകികമല്ല, അലൗകികമായിട്ടുള്ള കാര്യം. നമ്മളൊക്കെ ഭഗവാൻ ഒരേ ഒരു പുരുഷനേ ഉള്ളൂ, നമ്മളൊക്കെ സ്ത്രീകളാണ്. ആ ഭഗവാനെ പ്രാപിക്കുവാൻ പോകുന്ന സ്ത്രീകളായിട്ടാണ് ഭാഗവതം ഇവിടെ ഗോപസ്ത്രീകളുടെ കഥയെ അവതരിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്ന് പഠിക്കും. അതുകൊണ്ടാണ് അവർ ഇവിടെ എടുത്തിരിക്കുന്ന വ്രതം കാത്യായനി പൂജ. ഈശ്വരിയിലൂടെ മാത്രമേ ഈശ്വരനെ കിട്ടൂ. അപ്പം ആ ഈശ്വരി ആരാണ്? ഈശ്വരി ജ്ഞാനശക്തിയുടെ പ്രതീകമാണ്. അപ്പം പ്രാർത്ഥിക്കാറുണ്ട്. ഒരു ശ്ലോകം എൻ്റെ ഗുരുനാഥൻ പറഞ്ഞു തന്നു. കാദംബക്കാട്ടിൽ അത്യുച്ചല കനകമണി മണ്ഡപത്തിൽ ആവിർമോദ മാണിക്യ വീണ മധുരതവമിണങ്ങിയ ഗാനങ്ങൾ പാടി വേദജ്ഞന്മാർക്ക് പോലും വിളിവോടറിവതാവതല്ലാത്ത വിധം മിഥ്യാദേഹം ചെയ്ത ശ്രീ പരമപരാശക്തി പാലിക്കണം നീ. ആ പരാശക്തി മാതാവ് ജ്ഞാനശക്തിയുടെ പ്രതീകമാണ്. അപ്പം ജ്ഞാനശക്തി കൊണ്ടേ നമ്മുടെ ഉള്ളിലുള്ള മായയെ നീക്കാൻ പറ്റുള്ളൂ. നമ്മുടെ ഉള്ളിലുള്ള അഭിമാനത്തെ തുടച്ചു നീക്കി ഭഗവാനിലേക്ക് നമ്മളെ എത്തിക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് ജ്ഞാനസ്വരൂപിണിയായിട്ടുള്ള കാത്യായനി ദേവിയെ 1 മാസം നീണ്ടുനിന്ന ഭഗവതി പൂജ. അവിടെ കാളിന്തി നദിയിൽ അവർ കുളിച്ച് ജലക്രീഡയൊക്കെ കഴിഞ്ഞ് അവിടെയുള്ള മണൽ കൊണ്ട്, തീരത്തുള്ള മണൽ കൊണ്ട് ദേവിയുടെ വിഗ്രഹമുണ്ടാക്കി അവിടെ ദേവിയെ അലങ്കരിച്ച് പൂജിച്ചു. അവർക്കറിയണ പോലെ ആ രീതിയിൽ വ്രതം ഒക്കെ എടുത്തു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ശരിക്കും ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടിയിട്ടുള്ള ഒരു വിഷയം. നമ്മൾ പല രൂപത്തിലും ഭഗവാനെ പ്രാർത്ഥിക്കാറുണ്ട്. ഭഗവാൻ എൻ്റെ മാതാവാണ്, ഭഗവാന്റെ ദാസനാണ് ഞാൻ, ദാസഭാവ ഭക്തി, സഖ്യഭാവ ഭക്തി, ഭഗവാൻ എൻ്റെ കൂട്ടുകാരനാണ്, മിത്രമാണ്. ഇവിടെ പതി രൂപത്തിലുള്ള ഭക്തി. ഇതിനെന്താ അത്ര ശ്രേഷ്ഠത? മാതൃരൂപത്തിൽ, ദാസഭാവത്തിൽ, മിത്രഭാവത്തിൽ ഇതൊക്കെ ഉണ്ട്. അവസാനം വരുന്നു പതിഭാവത്തിലുള്ള ഭക്തി. അപ്പോൾ ഉത്തമ ഭക്തന്മാർ ഭഗവാനെ പതിയായിട്ട് പ്രാർത്ഥിക്കണം. എന്താ ഇതിൻ്റെ സാങ്കത്യം? എന്താ ഇതിൻ്റെ ഔചിത്യം? മറ്റു ഭാവങ്ങളൊക്കെ ശ്രേഷ്ഠം തന്നെ കേട്ടോ. പക്ഷേ അതിലൊക്കെ ചെറിയ ചെറിയ വ്യത്യാസം, ചില ഭേദബുദ്ധി അതിൽ വരാൻ സാധ്യതയുണ്ട് എന്ന് ഇവിടെ കാണിക്കും. അപ്പം ദാസഭാവ ഭക്തിയിലാണെങ്കിൽ ഭഗവാനെ ഞാനിപ്പോൾ ദാസഭാവേനെ ഭജിക്കണോ, ഭഗവാൻ എൻ്റെ യജമാനനാണ്. അപ്പം നമ്മൾ ഭജിക്കണോ. നമുക്ക് എന്തെങ്കിലും ഒരു പ്രതിസന്ധി വന്നാൽ നമ്മളെ രക്ഷിക്കുവാൻ വേണ്ടി നിർഗുണനായിട്ടുള്ള ഭഗവാൻ സഗുണനായിട്ട് വരണം. അത് ഭഗവാൻ ദാസന് കൊടുക്കുന്ന വാക്കാണ്. അതാണ് ദേവന്മാരൊക്കെ അല്ലയോ ഭഗവാനെ ഞങ്ങൾ അങ്ങയുടെ ദാസന്മാരാണെന്ന് പറഞ്ഞ് പൂർണ്ണ ശരണാഗതി ചെയ്യുന്ന സമയത്ത് ആ ദാസന്മാരെ രക്ഷിക്കാൻ വേണ്ടി ഭഗവാൻ ഗുണങ്ങളെ സ്വീകരിക്കണം. ശ്രീരാമനായും ശ്രീകൃഷ്ണനായും ഒക്കെ ഇവിടെ അവതരിക്കണം. അപ്പോൾ അവിടെ ഒരു വലിപ്പച്ചെറുപ്പമുണ്ട്. ഇനി ദാസൻ വിളിച്ചിട്ട് വന്നില്ലെങ്കിൽ അത് വലിയ വിഷയമാണ്. അപ്പോൾ ഭഗവാൻ വരും, യജമാനൻ ദാസൻ, അപ്പോൾ ഒരു വ്യത്യാസം. ഇനി അത് പോയി മിത്രഭാവത്തിലേക്ക് വരുമ്പോഴോ, മിത്രഭാവത്തിൽ എന്താ ഒരു ഭേദം? അവിടെ ഇങ്ങനെ വലിപ്പച്ചെറുപ്പമൊന്നും ഇല്ല, പക്ഷെ ഒരു സാപേക്ഷമായിട്ടുള്ള സ്നേഹമാണ് അവിടെ. എന്താന്ന് വെച്ചാൽ ഒരു മിത്രം അങ്ങോട്ട് സ്നേഹിച്ചാലേ മറ്റേ മിത്രം ഇങ്ങോട്ട് സ്നേഹിക്കുള്ളൂ. അപ്പോൾ ആ ഒരു അവസരത്തിൽ നമ്മൾ ഭഗവാനെ ഭജിക്കാൻ മറന്നുപോയാൽ ഭഗവാൻ നമ്മളെയും ഭജിക്കാൻ മറന്നുപോകും. അങ്ങനെ ഒരു രീതി വരും. അപ്പോൾ അവിടെയും ഒരു ഭേദത്തെ കാണിക്കണം. ഇനി മിത്രഭാവത്തിൽ കഴിഞ്ഞു, ദാസഭാവത്തിൽ മാതൃരൂപത്തിൽ ഭഗവാനെ ഭജിച്ചാലോ? ഭഗവാൻ നമ്മളുടെ മാതാവാണ്. മാതാവിന് എപ്പോഴും പുത്രന്മാരോട് വാത്സല്യം മാത്രമായിരിക്കും. ഇനി മക്കള് അമ്മയെ സ്നേഹിക്കാൻ മറന്നുപോയാലും മക്കളോട് അമ്മയ്ക്ക് തീരാത്ത വാത്സല്യവും സ്നേഹവുമായിരിക്കും. സ്വാഭാവികമായിട്ട് നമ്മുടെ വ്യാവഹാരിക തലത്തിൽ പുത്രൻ വിവാഹിതനായി കഴിഞ്ഞാൽ അമ്മയോടുള്ള സ്നേഹം പലപ്പോഴും മറന്നു പോകുന്നതായിട്ട് കാണും.
അതുകൊണ്ടല്ലേ ഇത്രയും പ്രശ്നങ്ങളൊക്കെ. ഇടയിൽ മായ കയറി വരികയാണെന്നാണ് പറയും, ജായയായിട്ടുള്ള മായ കയറി വരുന്നു. അതുകൊണ്ട് ആ സ്നേഹത്തിലും പ്രശ്നം. മാതാവ് എന്നും സ്നേഹിക്കും, പക്ഷേ പുത്രൻ മറക്കാൻ സാധ്യതയുണ്ട്. അപ്പം ഇതൊക്കെ കാരണം ഉത്തമ ഭക്തന്മാർ ഭഗവാനെ പതിഭാവത്തിൽ ആരാധിക്കാൻ. ഭഗവാൻ നമ്മളുടെ ഭർത്താവാണ്. ഭർത്താവ് എന്ന് വെച്ചാൽ ഭരിക്കുന്നവൻ എന്നർത്ഥം. സ്ത്രീകളുടെ മാത്രം, ഗോപസ്ത്രീകളുടെ മാത്രം, അല്ലെങ്കിൽ ഈ ഭാവത്തിൽ ഭജിക്കണവരുടെ മാത്രമല്ല ഭഗവാൻ ഭർത്താവായിട്ടിരിക്കണത്. ജീവരൂപേണ നമ്മളെ വിട്ടുപിരിയാതെ ഇരിക്കണത്, ഈ ജഡശരീരത്തിന് പോലും ജീവൻ നൽകുന്ന ആളാണ്, നമ്മളെ നിയന്ത്രിക്കുന്ന ആളാണ്. സർവ്വനിയന്തമായിട്ടുള്ള ഭഗവാൻ നമ്മുടെ ഒക്കെ ഭർത്താവാണ് എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് ആ ഭാവത്തിൽ ഭജിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രേമം അപരിമിതമാണ്. പക്ഷേ വ്യാവഹാരിക തലത്തിലുള്ള ഭർത്താവിനോട് പെരുമാറണ പോലെയോ അതാണെന്ന് ഇതിനെ തെറ്റിദ്ധരിച്ചാലോ വീണ്ടും നമ്മൾ സംസാരത്തിൽ വീഴും എന്ന് കാണിക്കാൻ വേണ്ടി കൂടിയാണ് ഈ ഒരു ഭാവത്തിൽ ഗോപസ്ത്രീകൾ ഭജിച്ചു. അവർ എല്ലാവരും ഒരാളെ ഭജിച്ചിരിക്കണേ. ഇപ്പം സാധാരണ ലൗകിക നിലയ്ക്കാണ് ഒരു സ്ത്രീ താൻ കാമിക്കുന്ന പുരുഷനെ വേറെ സ്ത്രീകൾ ഇഷ്ടപ്പെട്ടാൽ അപ്പോൾ അവിടെ അടി തുടങ്ങും. പക്ഷേ ഗോപസ്ത്രീകൾക്ക് പരസ്പരം ഈർഷ്യയും അസൂയയും ഒന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ പതിയായിട്ട് ഭഗവാൻ വന്നാൽ മതി, എല്ലാവരും ഒരാളെ കാമിച്ചു എന്നുള്ളതാണ്. അതാണ് ഇതിൻ്റെ ഒരു ആന്തരികാർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഗോപസ്ത്രീകൾ ഈ വ്രതം തുടർന്നു. 1 മാസം നീണ്ടു നിൽക്കുന്ന വ്രതാവസാന സമയം അതിൻ്റെ അവസാനത്തിലേക്ക് വന്നു. ഭഗവാൻ അവരെ അനുഗ്രഹിക്കാനായിട്ട് വരണ ഒരു സമയത്ത് ഇവർ വീണ്ടും ആ നിയമങ്ങളൊക്കെ പ്രകാരം കുളിക്കുവാൻ വേണ്ടിയിട്ട്, സ്നാനം ചെയ്യുവാൻ വേണ്ടിയിട്ട് ആ യമുനാ തീരത്ത് തൻ്റെ വസ്ത്രങ്ങളൊക്കെ അഴിച്ചു വെച്ച് അവർ ജലക്രീഡ എന്ന് പറയും. ഭഗവാന്റെ നാമങ്ങളൊക്കെ ഇങ്ങനെ പാടി ആ കീർത്തനങ്ങളൊക്കെ ചൊല്ലിയിട്ടാണ് അവർ കുളിക്കാൻ പോണേ. അങ്ങനെ ജലക്രീഡ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഭഗവാൻ അറിയാം ഇവരുടെ ആഗ്രഹ പൂർത്തീകരണത്തിനായി ഭഗവാൻ വരികയാണ്. അപ്പം ജീവന്റെ ആഗ്രഹം എന്തായിരിക്കണം? കാമനകളെ പാടില്ല എന്ന് നമ്മൾ പറയണു പ്രഭാഷണത്തിലൊക്കെ. നമുക്ക് ഒരു കാമനയും പാടില്ല. ഈ കാമനയിലേക്കൊക്കെ പോയാൽ വീണ്ടും വീണ്ടും സംസാരത്തിൻ്റെ ചെളിക്കുണ്ടിൽ പതിക്കും. പക്ഷെ കാമന ഭഗവാനോടായാലോ പിന്നെ വേറെ കാമനകൾ അസ്തമിച്ചു എന്നർത്ഥം. അപ്പോൾ അതിൽ ഇവരെ അനുഗ്രഹിക്കാനായിട്ട് അതിൽ പ്രീതനായിട്ടുള്ള ഭഗവാൻ ഇവിടെ വന്നു ചേർന്നു. അപ്പം ജ്ഞാനശക്തിയുടെ അനുഗ്രഹം കൊണ്ട്, കാത്യായനി ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ട് ഇവരുടെ മായ മാറി. അങ്ങനെ ഇവർ സമർപ്പണം ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഭഗവാൻ അനുഗ്രഹിക്കാനായിട്ട് വന്നു ചേർന്നു. എങ്ങനെയാണ് വന്നതെന്ന് ചോദിച്ചാൽ പതുക്കെ ഇവരറിയാതെ ഇവർ ജലക്രീഡ നടത്തിക്കൊണ്ടിരിക്കണു. ഇവരുടെ വസ്ത്രങ്ങളെയൊക്കെ എടുത്തു പോയി അവിടെ ഒരു കടമ്പ് വൃക്ഷമുണ്ട്, അതിൻ്റെ മുകളിലൊക്കെ കൊണ്ട് തൂക്കിയിട്ടു. എന്നിട്ട് അതിൻ്റെ മുകളിൽ കയറിയിരുന്നു. കുറച്ച് കഴിഞ്ഞ് കുളി കഴിഞ്ഞ ഗോപസ്ത്രീകൾ നോക്കുമ്പോൾ തങ്ങളുടെ വസ്ത്രങ്ങൾ കാണാനില്ല. അവർ പരിഭ്രമിക്കാൻ തുടങ്ങി. വസ്ത്രമില്ലാതെ എങ്ങനെയാണ് ഈ കരയ്ക്ക് കയറുക? അറിയില്ല. അപ്പോൾ ഇവരുടെ ഈ ലജ്ജയും വിറയലും പരിഭ്രമവും ഒക്കെ കണ്ട് ഭഗവാൻ അവിടെ അട്ടഹസിച്ചു. ഉറക്കെ ചിരിക്കണോ, എവിടെന്നാ ഈ ചിരി വരണേ എന്ന് നോക്കി. അപ്പോഴാണതേ ഒരു വൃക്ഷക്കൊമ്പിൽ ഇരുന്നിട്ട് കൃഷ്ണൻ. അവർ കൂടുതൽ ലജ്ജിതരായിട്ട് മാറി. കാരണം എന്താ? ഭഗവാനെ ലഭിക്കാൻ വേണ്ടി, ഭർത്തൃരൂപേണ ഭഗവാനെ പ്രാപിക്കുവാൻ വേണ്ടിയിട്ടാണ് വ്രതം കൈക്കൊള്ളേണ്ടത്. പക്ഷെ ഈ ഒരു അവസരത്തിൽ ഭഗവാൻ വന്നത് എങ്ങനെയാണ് ഞങ്ങളിനി കരയ്ക്ക് കയറി വരിക? ഭഗവാൻ പറഞ്ഞു, ഹേ ഗോപികമാരെ, നിങ്ങൾ കരയ്ക്ക് കയറി കൂട്ടമായിട്ട് വന്നാലും ശരി, ഒറ്റയ്ക്ക് വന്നാലും ശരി, ഈ വസ്ത്രങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഗോപസ്ത്രീകൾ എന്ത് ചെയ്യണമെന്നറിയാതെ പേടിച്ച് വിറച്ചുകൊണ്ട് നന്ദഗോപരടുത്ത് പറഞ്ഞു കൊടുക്കും കേട്ടോ. കളി കുറച്ച് കൂടുന്നുണ്ട് കൃഷ്ണൻ്റെ, പറഞ്ഞു കൊടുക്കും ഞങ്ങൾ. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഇവിടുന്ന് കയറി വന്നിട്ട് വേണ്ടേ അവിടെ പോയിട്ട് കംപ്ലൈൻറ്റ് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം കയറി വരും നോക്കട്ടെ. അപ്പോൾ അവർ ആദ്യം ഓർഡർ ചെയ്തു, വാർണിംഗ് ചെയ്തു, ഇപ്പോൾ റിക്വസ്റ്റിംഗ് വോയിസ് ആയി. അപ്പോൾ അവർ പറയണത്, ശ്യാമസുന്ദര തേ ദാസ്യ, ഹേ ശ്യാമസുന്ദര, നീലമേഘ ശ്യാമളനായിട്ടുള്ള കണ്ണ, നിന്റെ ദാസികളാണ് ഞങ്ങളൊക്കെ, അവിടുത്തെ ദാസികളാണ് ഞങ്ങളൊക്കെ. അതുകൊണ്ട് കരവാമ തവോദിതം ദേഹി വാസാംസി ധർമ്മജ്ഞ. ഇവിടെ ധർമ്മജ്ഞ എന്ന് പ്രയോഗിക്കുന്നുണ്ട്, വളരെ ഗംഭീരമാണ്. അതിൽ നിന്ന് നമുക്ക് വലിയൊരു ധർമ്മശാസ്ത്രം പഠിക്കാനുണ്ട്. എന്താ പറയേണ്ടത്? എല്ലാ ധർമ്മങ്ങളും അറിഞ്ഞിട്ട് ഞങ്ങളെ ഇങ്ങനെ പരീക്ഷിക്കുന്നത് ശരിയാണോ കൃഷ്ണ? ഞങ്ങളെ എങ്ങനെയാണ് നഗ്നകളായിട്ട് ഇങ്ങോട്ട് കയറി വരിക? എങ്ങനെയാണ് ഞങ്ങൾ അങ്ങയോട് വസ്ത്രം സ്വീകരിക്കാം? അപ്പോൾ ധർമ്മജ്ഞ എന്ന വിളിയിലൂടെ ഇവിടെ ഒരു ശ്ലോകം ഉണ്ട്, കന്യായോനിയും പശുക്രീഡാം നഗ്നസ്ത്രീം പ്രഗസ്തനീം ഉന്മത്തം പതിതം കൃതം യന്ത്രസ്ഥലം നാവലോകയേത്. ഇത് ധർമ്മശാസ്ത്രം പറയുന്നു, കന്യകയുടെ യോനി, മൃഗങ്ങളുടെ രതിക്രീഡാം, വസ്ത്രഹീനയായ സ്ത്രീ, മുലമറയ്ക്കാത്ത സ്ത്രീ, ഭ്രാന്തൻ, ക്രുതിതൻ തുടങ്ങിയിട്ടുള്ള ആളുകളെ നോക്കാനേ പാടില്ല. അതൊക്കെ അറിഞ്ഞ ആളാണ് ആര്? ഭഗവാൻ. അതുകൊണ്ട് ഹേ ധർമ്മജ്ഞ, ഇതൊക്കെ അറിഞ്ഞിട്ടും ഞങ്ങളോട് ഇങ്ങനെ അന്യായം ചെയ്യരുതേ കൃഷ്ണ. അപ്പം കൃഷ്ണൻ പറഞ്ഞു, ഇപ്പം തേ ദാസ്യ എന്നൊക്കെ പറഞ്ഞ് പാടി, നിങ്ങൾ ദാസികളാണെന്ന് പറഞ്ഞു. അപ്പം ദാസികളുടെ
ഭാവം എന്താ? യജമാനൻ പറഞ്ഞത് അതുപോലെ അനുസരിക്കണം. അതുകൊണ്ട് ഇനി ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾ കയറി വരുമെന്ന്. അപ്പം ഈ വസ്ത്രത്തെ അപഹരിച്ചു. ഭഗവാൻ ഇവരോട് കളിയായിട്ടോ തമാശയായിട്ടോ ഇവരെ അപമാനിക്കാനോ ചെയ്തതല്ല. ഇവരുടെ സമർപ്പണത്തിൽ ചെറിയൊരു ന്യൂനതയുണ്ടായിരുന്നു. അപ്പോൾ ഭക്തന്റെ സമർപ്പണത്തിൽ ചെറിയൊരു ന്യൂനതയുണ്ടെങ്കിൽ അത് പരിഹരിക്കണത് ആരാ? അത് ഭഗവാൻ തന്നെ. എന്താണ് ന്യൂനത ഉണ്ടായിരുന്നത്? ശരീരാഭിമാനം. അതന്നെ. എങ്ങനെയാ അപ്പോൾ കരയ്ക്ക് കയറി വരിക? പക്ഷെ ആ കൃഷ്ണനെയാണ് പതിഭാവത്തിൽ ഓരോ അവയവത്തിലും നമ്മുടെ മനസ്സിലുമൊക്കെ സ്പന്ദിക്കുന്ന ആ ചൈതന്യമാണ് ഭഗവാൻ എന്നുള്ള ആ ഒരു തിരിച്ചറിവിലേക്ക് വന്നിട്ടില്ല. അപ്പം അത് പൂർണ്ണമാക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ, ആ വ്രതം സഫലീകരിക്കാൻ കൂടി വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു വലിയ പാഠം ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. ന വിവസനയ സ്നായാത്, വിവസ്ത്രകളായിട്ട് കുളിക്കരുത്. നിങ്ങൾ ഈ ചെയ്ത ജലക്രീഡ ഇതുമൂലം നിങ്ങൾ വരുണദേവനെയാണ് അധിക്ഷേപിച്ചിരിക്കുന്നത്. ദേവന്മാരെ നിങ്ങൾ നിന്ദിച്ചിരിക്കണു. ജലത്തിൽ അഗ്നിസ്വരൂപനായിട്ട് ഭഗവാൻ പ്രകാശിക്കണ്ട, അത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? ഭഗവാൻ എല്ലായിടത്തും ഉണ്ട്, സർവസാക്ഷിയാണ് ഭഗവാൻ. അതുകൊണ്ട് ജലം എന്നുള്ള പഞ്ചഭൂതങ്ങളിൽ വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ജലത്തിൽ തുപ്പരുത്, ജലത്തിൽ മലവിസർജനം ചെയ്യരുത്, ജലത്തിൽ നഗ്നകളായിട്ട് കുളിക്കരുത്. ഇതൊക്കെ വലിയ ആപത്ത് വിളിച്ചു വരുത്തും. അതിനെ ബഹുമാനിക്കാനും പൂജിക്കാനും നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. പ്രകൃതീശ്വരിയാണ് എന്ന് പഠിപ്പിക്കുന്ന വലിയൊരു പാഠം. അപ്പോൾ അവർക്ക് അവരുടെ അപരാധം മനസ്സിലായി. ഇനിയിപ്പോൾ കരയ്ക്ക് കയറി വരാമെന്നുള്ളതാണ്. കാരണം വലിയൊരു അപരാധം ചെയ്തിരിക്കണോ കൃഷ്ണ ഞങ്ങൾ, അതിന് പ്രായശ്ചിത്തം എന്ത്? പ്രായശ്ചിത്തം ഉണ്ട്. അതാണ് ഈ പറഞ്ഞത്, നിങ്ങൾ കൂപ്പുകൈയോടുകൂടി കരയിലേക്ക് കയറി വരൂ, ഞാൻ വസ്ത്രം തരാം. വ്യാവഹാരിക ദൃഷ്ടിയോടുകൂടി ഈ ഭഗവാന്റെ ഒരു ലീല നോക്കുന്ന നമുക്ക് കൃഷ്ണനിൽ ദോഷം കണ്ടേക്കാം സത്യത്തിൽ. പക്ഷേ ഇത് അലൗകികമാണ് എന്ന് ചിന്തിക്കുമ്പോൾ, ഭക്തിയോടുകൂടി ഇതിനെ നമ്മൾ ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കണം, ശരീരമേ ഒരു വസ്ത്രം, അതിന് മുകളിൽ വസ്ത്രം ഇട്ടിരിക്കണോ നമ്മൾ. അപ്പോൾ വസ്ത്രത്തെ ഉപേക്ഷിക്കുമെന്നല്ല, ഇന്ന് വസ്ത്രത്തിനെ ഉപേക്ഷിക്കുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവരവരുടെ നഗ്നത പ്രകടിപ്പിക്കുവാനും അല്ലെങ്കിൽ ശരീരാഭിമാനം കൂടിയിട്ട് അവരങ്ങനെ ചെയ്യേണ്ടത്. ഇത് ശരീരാഭിമാനം ത്യജിക്കാൻ വേണ്ടി ഭഗവാൻ ഭക്തർക്ക് കൊടുക്കുന്ന ഒരു നിർദ്ദേശവും ഉപദേശം, എങ്ങനെ വേണമെങ്കിലും ഇതിനെ കരുതാം. അപ്പോൾ ഭഗവാന്റെ മോഷണം കൊണ്ട് ഇത് വ്യാവഹാരിക തലത്തിലുള്ള മോഷണമല്ല. പലതരത്തിലും നമ്മൾ പറയും, വെണ്ണക്കള്ളൻ, പാല് കള്ളൻ, തൈര് കള്ളൻ, മോര് കള്ളൻ, ഇപ്പോൾ വസ്ത്രത്തിനെയും കട്ടിട്ടിരിക്കും. എന്താ ഇതിൻ്റെയൊക്കെ അർത്ഥം? വ്രജേ വസന്തം നവനീത ചോരം വ്രജാംഗനാനാം ദുകൂല ചോരം അനേക ജന്മാർജിത പാപചോരം ചോരാഗ്രഗണ്യം തമഹം ഭജാമി. വൃന്ദാവനത്തിൽ വെണ്ണ മോഷ്ടിച്ചു, നെയ്യ് മോഷ്ടിച്ചു, വെണ്ണക്കള്ളൻ ആ നവനീതത്തിനെ എടുത്തു. നവനീതത്തിനെ കട്ടെടുക്കണമെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ ഭക്തന്മാരുടെ മനസ്സിനെ, ഹൃദയത്തിനെ പറിച്ചെടുത്തു. അതാണ് മോഷണം. വ്യവഹാരത്തിൽ നമ്മൾ ചെയ്ത മോഷണം ചെയ്തു കഴിഞ്ഞാൽ കടുത്ത ശിക്ഷ കിട്ടും. ഭഗവാൻ മോഷണം ചെയ്താൽ നമുക്ക് മുക്തി കിട്ടും എന്ന് കാണിക്കാൻ വേണ്ടി വ്രജാംഗനാനാം, വ്രജത്തിലെ അങ്കനകളുടെ വസ്ത്രത്തെ ഇതാ മോഷ്ടിച്ചിരിക്കുന്നു. എന്താ വസ്ത്രാപഹരണ ലീലയുടെ തത്വം? ഇവിടെ എനിക്ക് തന്നിട്ടുള്ള വിഷയം എന്ന് പറയണത് കന്യാവ്രതത്തെ ധന്യമാക്കിയ ആനന്ദ ശിക്ഷ. പലതരത്തിലുണ്ട്. ശിക്ഷണം എന്ന് പറഞ്ഞാൽ ഒരു പാഠം ഗ്രഹിപ്പിക്കുക കൂടിയാണ്, അത് ധരിപ്പിക്കുക കൂടിയാണ്. അത് ഭഗവാൻ ഗുരുസ്ഥാനത്ത് നിന്ന് ഇവിടെ ചെയ്യണം. ഇപ്പം സാധാരണ ഇവർ ബാലികമാരും കൃഷ്ണനും അതേ ഒരു പ്രായത്തിലുള്ളത്. ഇപ്പം സാധാരണ ദേഹത്തിനോടുള്ള കാമാസക്തിയാണ് ഇതെന്ന് തെറ്റിദ്ധരിച്ചാൽ നമ്മൾ അപകടത്തിൽപ്പെടും. നമ്മളുടെ ദൃഷ്ടിദോഷമായിട്ട് മാറും അത്. ഈ പ്രപഞ്ചത്തിൽ എന്തൊന്ന് ഭഗവാൻ ലീലയായിട്ട് ചെയ്തിട്ടുണ്ടോ അതൊക്കെ നമ്മളുടെ അന്ധകരണ ശുദ്ധിക്ക് വേണ്ടിയിട്ടാണെന്ന് സ്വീകരിക്കാൻ നമുക്ക് സാധിക്കും. ഒരാചാര്യൻ പറയുകയുണ്ടായി, വ്യാവഹാരിക ദൃഷ്ടിയിൽ പോലും എന്തൊന്നിനെ നോക്കി കാണുമ്പോഴും അതിലൊരു ആധ്യാത്മികതയുള്ളത് നല്ലതാണ്. ഒരു സ്ത്രീയും ഒരു പുരുഷനും അല്ലെങ്കിൽ ഒരു പെണ്ണും ഒരു ചെക്കനും കൂടി ഇങ്ങനെ നടന്നു പോണു, അപ്പോൾ എന്താ ആളുകൾ പറയുക? കണ്ടോ കണ്ടോ, അവർ തമ്മിൽ എന്തൊക്കെയോ ഉണ്ട്. ഇങ്ങനെ ചിന്തിച്ചാൽ നമ്മൾ വീണ്ടും സംസാരത്തിൽ വീഴും. പകരം അവരെ രാധയും കൃഷ്ണനുമായിട്ട് കാണാൻ പ്രേരിപ്പിക്കുന്നു നമ്മളെ. ഇത് പറയാനൊക്കെ സുഖമുണ്ട്, അവനവൻ്റെ മക്കളെ രാധയും കൃഷ്ണനുമായിട്ട് കാണാനാണ് നമുക്ക് ബുദ്ധിമുട്ട് വരിക. അപ്പോൾ ഈ ഭഗവാൻ വലിയൊരു രസതന്ത്രം നമുക്ക് കാണിച്ചു തരണം. വസ്ത്രാപഹരണം എന്ന് പറഞ്ഞാൽ ശരീരമാകുന്ന അഭിമാന രൂപമാകുന്ന വസ്ത്രത്തെ, ആ ന്യൂനതയെ അവിടെ ഇല്ലാണ്ടാക്കി. ഇപ്പം വ്രജാംഗനാനാം ച ദുകൂല ചോരം അനേക ജന്മാർജിത പാപചോരം, അനേക ജന്മങ്ങളായിട്ട് വാസന ക്ഷയിക്കാതെ ഈ ജനന മരണ സംസാരത്തിനിടയിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിക്കണം. അപ്പോൾ ഭഗവാനെ, നീ അല്ലാതെ ഈ വാസനയെ ക്ഷയിപ്പിക്കാൻ വേറെ ആരുമില്ല എന്ന് നമ്മൾ പറഞ്ഞ് സമർപ്പിക്കുമ്പോൾ ഭഗവാൻ ആ പാപത്തെയും മോഷ്ടിച്ചെടുക്കുന്നു എന്നുള്ളത്.
അപ്പം എന്തും കാമക്രോധ ലോഭമോഹാദികൾ തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. അത് ഭഗവാന് നേരെ തിരിച്ചു വിട്ടാൽ നമുക്കത് ഗുണകരമായിട്ട് വരും. കാമമുണ്ടാവും, നമുക്ക് ക്രോധമുണ്ടാവും, ലോഭമുണ്ടാവും, ഇത്യാദി അഷ്ടവ്യസനങ്ങളും നമുക്കുണ്ടാവും. പക്ഷെ അത് ഭഗവാന് നേരെ തിരിച്ചു വിട്ടാൽ നമ്മൾ സംസാരത്തിൽ നിന്ന് കരകയറും എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ലീല. അപ്പം ഇവിടെ ഗോപസ്ത്രീകൾ ബന്ധുക്കളെയും കുലത്തെയും സർവ്വധർമ്മങ്ങളെയും ഉപേക്ഷിച്ച് ഭഗവാനെ ശരണം പ്രാപിച്ചവരാണ്. അപ്പം ഭഗവാന്റെ പ്രതിജ്ഞ എന്താ? സർവധർമാൻ പരിത്യജ്യ മാമേഘം ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിക്ഷ്യാമി മാ ശുചഃ. എല്ലാ ധർമ്മങ്ങളെയും വിട്ട് എന്നെ പരിപൂർണമായിട്ട് ശരണാഗതി ചെയ്യുന്നവരുടെ യോഗക്ഷേമങ്ങൾ ഞാൻ നിർവഹിച്ചു കൊള്ളാം എന്നുള്ളതാണ്. അപ്പോൾ ഭക്തന്മാരുടെ അപ്പം ഇങ്ങനെയുള്ളൊരു ശരണാഗതി, ഗോപസ്ത്രീകളെ എല്ലാം പോയി എല്ലാ വ്യവഹാരവും നഷ്ടപ്പെട്ട് അവർ സന്യാസികളായിട്ട് മാറി. അതീവ വൈരാഗ്യം വന്നു പ്രപഞ്ചത്തിനോട്, അല്ലെങ്കിൽ കാണുന്നതൊക്കെ ഭഗവാനായിട്ട് അവർക്ക് തോന്നാൻ തുടങ്ങി എന്നുള്ളതാണ്. അപ്പോൾ അതിലൊരു ന്യൂനത ഇത് മാത്രമാണ്, ശരീരാഭിമാനം ഉണ്ടായിരുന്നു. ശ്രീമദ് ഭഗവത്ഗീത നമ്മളോട് പറയണു, വാസംസി ജീർണാനി യഥാ വിഹായ നവാനി ഗൃണ്ണാതി നരോപരാണി തഥാ ശരീരാണി വിഹായ ജീർണാനി അന്യാനി സംയാതി നവാനി ദേഹി. നമ്മൾ വൈകുന്നേരം കുളിച്ചിട്ടോ മേല് കഴുകിയിട്ടോ ഒക്കെ വസ്ത്രം മാറണ പോലെ ഈ ശരീരത്തെയും നിങ്ങൾ ഈ വസ്ത്രമായിട്ട് കാണും. ശരീരം ഒരു വസ്ത്രമാണ്. ഈ ജീവൻ നശിക്കണില്ല, അത് ഈ ശരീരം വിട്ട് വേറൊരു ശരീരത്തിലേക്ക് പോകണം. എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡെസ്ട്രോയിഡ്, ഇറ്റ് ക്യാൻ ഓൺലി ട്രാൻസ്ഫോം വൺ ഫോം ടു അനദർ. ഈ ഊർജത്തിന് നാശമില്ല എന്ന് കാണിക്കാൻ എന്തൊക്കെ തത്വങ്ങളാണ്, എന്തൊക്കെ കഥകളാണ് അവതരിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത്. അപ്പം അതിലൂടെ ഇങ്ങനെ ഇത് പ്രയോജനപ്പെടണം നമുക്ക്. അപ്പം അത് കാണിക്കാൻ ഒരു ലീല. നമുക്കാണ് ഈ വസ്ത്രങ്ങളൊക്കെ, മൃഗങ്ങൾക്ക് വസ്ത്രങ്ങളുണ്ടോ? അവർക്ക് പ്രകൃതിയുടെ അംശമാണ് ഈ ശരീരം. എൻ്റെ ഗുരുനാഥൻ പറഞ്ഞിട്ടുണ്ട്, രമണ മഹർഷിയോട് ഒരു ഭക്തൻ ചോദിച്ചു, കൗപീനം മാത്രം ധരിച്ചിരിക്കണം, ഇത്രയും അല്പം ഉടുത്തിരിക്കണമല്ലോ. അപ്പോൾ പോയി പറയാമെന്ന് കരുതി രമണ മഹർഷിയോട് പറഞ്ഞു, ഭഗവാനെ അവിടുന്ന് ഈ അല്പവസ്ത്രം ഉടുത്തിരിക്കണമല്ലോ, ഈ കൗപീനം മാത്രം ധരിച്ചിരിക്കുന്നുവല്ലോ എന്ന് ചോദിച്ചു. അപ്പം അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്ത് ചെയ്യാം, ഈ സമൂഹത്തിന് അത് വേണ്ടതാണ്. ഇത്രയും കുറച്ചെടുത്തിരിക്കണമല്ലോ, കുറച്ചുകൂടി ശരീരത്തെ മറച്ചു വെച്ചുകൂടെ എന്നാണ് ചോദിച്ചത് ഈ ഭക്തൻ. പക്ഷെ രമണ മഹർഷി പറഞ്ഞ ഉത്തരം ഇതാണ്, എന്ത് ചെയ്യാം, സമൂഹത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതേ ധരിക്കണത്, അല്ലെങ്കിൽ ഇതുണ്ടാവില്ല എന്നുള്ളത്. അപ്പം എങ്ങനെയാണ് മഹാത്മാക്കൾ, ജ്ഞാനികൾ ഈ ശരീരത്തെ വസ്ത്രമായിട്ട് കാണുന്നവരാണെന്ന്. നമ്മൾ ശരീരത്തിനെ താനെന്ന് ധരിച്ച് സ്വരൂപം മറന്നവരായിട്ട് മാറണമെന്നുള്ളതാണ്. അപ്പം അതൊക്കെ ത്യജിച്ചാൽ ഗോപസ്ത്രീകളെ പോലെ ഒരു ഭക്തി. അതിലൊരു ഭാഗം പറയണ്ടേ, ഗോപസ്ത്രീകൾക്ക് ഒരു കാമന ഉണ്ടായിരുന്നു അല്ലേ? അപ്പോൾ കാമനകൾ പാടില്ല പഠിച്ചിട്ട് ഗോപസ്ത്രീകൾക്ക് കാമനയോ ഉണ്ട്. അത് ആരോടുള്ള കാമന? ഭഗവാനെ പതിയായി വരിക്കാനുള്ള ജീവന്റെ അവകാശമാണ്. ഒരു കുട്ടിയുടെ ആദ്യത്തെ അവകാശം എന്താ? ശരിക്കും നമ്മളുടെ വ്യാവഹാരിക ജീവിതത്തിൽ ചിന്തിക്കുമ്പോൾ റൈറ്റ് ടു ബർത്ത്, ജനിക്കാനുള്ള അവകാശം, അതായത് ഭ്രൂണഹത്യ പാടില്ല എന്നർത്ഥം. അതുപോലെ ജീവന്റെ ആത്യന്തികമായ ലക്ഷ്യവും അവകാശവും ഭഗവാനെ പ്രാപിക്കുക എന്നുള്ളതാണ്. അതിന് തടസ്സമായി എന്തൊക്കെ നിൽക്കുന്നുണ്ടോ അതിനെയൊക്കെ ഭഗവാൻ തന്നെ ഇല്ലാണ്ടാക്കും. എപ്പോൾ? നമ്മൾ സമർപ്പിച്ചാൽ. അപ്പം ഇവർ സമർപ്പിച്ചപ്പോൾ നമയ്യാവേശദധിയാം കാമഃ കാമായ കൽപ്പതേ ഭർജിതാ ക്വതിദാധാന പ്രായോ ബീജായ നേഷ്യതേ. ഭഗവാൻ പറയണു, എന്നിൽ ചിത്തം ചേർന്നവരുടെ കാമനകൾ സംസാരത്തിലേക്ക് പിന്നെ പോണേയില്ല. ആദ്യം വസ്ത്രം അപഹരിച്ചു, പിന്നീട് അവർ അഭ്യർത്ഥിച്ചപ്പോൾ അവർക്ക് വസ്ത്രം കൊടുത്തു, അനുഗ്രഹിച്ചു. പിന്നീട് വസ്ത്രം കൊടുത്തപ്പോൾ വീണ്ടും ഒരു സംസാരത്തിലേക്ക്, കാമനകളിലേക്ക് പോയോ? വേറെ വിഷയങ്ങളിലേക്ക് അവർ പോയോ? ഇല്ല. കാരണം എന്താ? പിന്നീട് വസ്ത്രം കൊടുത്തപ്പോൾ അത് ഭഗവാന്റെ മഹത്തായ പ്രസാദമായിട്ടാണ് അവർക്ക് തോന്നിയത് എന്നുള്ളത്. ഇപ്പോൾ ഒരു കഥ കേട്ടിട്ടുണ്ട്, ഒരു മുത്തശ്ശി കഥ. രാവണൻ സീതയെ കട്ടുകൊണ്ടുപോയി ശിംശപാ വൃക്ഷ ചുവട്ടിൽ ഇരുത്തിയിട്ട് ദിവസേന അഴകിയ രാവണൻ ചമഞ്ഞിട്ട് വരും. സീത എന്നെ വിവാഹം കഴിക്കൂ, രാമനെ കൊണ്ട് എന്തിനു കൊള്ളാം, രാമന് ഞാനും നീയും ഒക്കെ ശൂദ്രസ്ത്രീയും ഒക്കെ ഒരുപോലെയാണ്, നീ അവനെ വിട്ട് എന്നെ ഗ്രഹിക്കൂ എന്നൊക്കെ പറഞ്ഞ ദിവസവും വരും. സീത അതൊന്നും ശ്രദ്ധിക്കാറ് പോലും ഇല്ല. അങ്ങനെ എല്ലാ ദിവസവും ഇങ്ങനെ പണിപ്പെട്ട് ഗംഭീരമായി വേഷം ധരിച്ചിട്ടാണ് വന്നിട്ട് പ്രേമാഭ്യർത്ഥന. ഇത് കണ്ടപ്പോൾ രാവണന്റെ പത്നിക്ക് സഹിച്ചില്ല. എന്തായാലും ഇദ്ദേഹം ഒരാളിൽ ഒതുങ്ങി നിൽക്കാൻ പോലില്ല, കാമാത്മാവായ ബാലിശനാണെന്ന് പത്നിക്ക് നന്നേ ബോധ്യമുണ്ട്. പക്ഷെ എന്ത് ചെയ്യാം? ധർമ്മപത്നി, ധർമ്മപുരുഷൻ എന്ന് പറയുമോ എവിടെയെങ്കിലും? കേട്ടു. ധർമ്മപുത്രനെ നമ്മൾ കേട്ടിട്ടുണ്ട്, ധർമ്മപുരുഷൻ എന്നല്ല. അപ്പൊ സ്ത്രീയുടെ കയ്യിൽ ധർമ്മത്തെ വെച്ചു കൊടുത്തിരിക്കണു ഭഗവാൻ. അപ്പൊ അത് അനുഷ്ഠിക്കണ്ടേ? അപ്പൊ ധർമ്മപത്നിയായ മണ്ഡോദരി രാവണനോട് പറഞ്ഞു,
അങ്ങയോട് ഞാനൊരു കാര്യം പറയാം, ഇത്രയ്ക്ക് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. അങ്ങേക്ക് അഷ്ടൈശ്വര്യ സിദ്ധികളില്ലേ? അപ്രത്യക്ഷമാകാനും പ്രത്യക്ഷപ്പെടാനും ശരീരം ചെറുതാക്കാനും വലുതാക്കാനും ഒക്കെ സാധിക്കും. അപ്പം അങ്ങ് രാമൻ്റെ വേഷം ധരിച്ചാൽ പോരെ? എന്നിട്ട് സീതയോട് പോയിട്ട് പ്രണയാഭ്യർത്ഥന നടത്തിയാൽ സീത എളുപ്പത്തിൽ വശംവദയാകില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ രാവണൻ അതേന്നല്ല പറഞ്ഞത്. ഞാൻ ചിന്തിക്കാതിരുന്നില്ല ഭവതി, ഞാനിത് ചിന്തിച്ച് തള്ളിക്കളഞ്ഞ വിഷയം. എന്തേ തള്ളിക്കളയാൻ കാരണം? ഞാൻ അഥവാ രാമൻ്റെ വേഷം ധരിച്ചാൽ എന്നിലെ കാമനകളൊക്കെ അസ്തമയത്തിലേക്ക് പോവും. പിന്നെ സീതയൊക്കെ ആർക്ക് വേണം? രാമൻ്റെ വേഷം ധരിച്ചാൽ പിന്നെ അവിടെ കാമനകളില്ല. രാമൻ എല്ലായിടത്ത് കാമനില്ല എന്ന് കാണിക്കാൻ വേണ്ടി. അതുകൊണ്ട് ഞാൻ കാമാത്മാവായ രാവണനായിട്ട് തന്നെ ഇരിക്കട്ടെ. അപ്പോൾ രാവണൻ അത്രയും പണ്ഡിതൻ. അപ്പോൾ ഇവിടെ കാണിക്കണു, ഈ വസ്ത്രം ശരീരത്തിൻ്റെ ഒരു അഭിമാന സ്വരൂപമായിട്ട് കൊണ്ടു നടക്കുന്ന സമയത്ത് ശരീരമേ ഒരു വസ്ത്രം എന്ന തിരിച്ചറിവിലേക്ക് നമ്മളെ എല്ലാവരെയും, ഗോപസ്ത്രീകളെ മാത്രമല്ല നമ്മളെയൊക്കെ നയിക്കുന്നു. നിഷ്കാമിയായ ഭഗവാന്റെ സംസർഗം കൊണ്ട് ഈ ഗോപസ്ത്രീകളും നിഷ്കാമിയായ ശ്രീരാമകൃഷ്ണ പരമഹംസര് ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സംസർഗം കൊണ്ട് ശ്രീ ശാരദാദേവി നിഷ്കാമിയായിട്ട് ഉയർന്നതുപോലെ എത്രയെത്ര ഉദാഹരണങ്ങൾ ഇവിടെ. ഭഗവാൻ പറഞ്ഞു, ഭഗവാൻ അറിയാം ഓരോരുത്തർക്ക് എന്താ വേണ്ടത്. എവിടെയാണോ വസ്ത്രം അപഹരിക്കേണ്ടത് അപ്പോൾ വസ്ത്രം അതിനെ അപഹരിച്ചു. എവിടെയാണോ വസ്ത്രം വേണ്ടത് അപ്പോൾ വസ്ത്രം കൊടുത്തു. ദ്രൗപദിയുടെ കാര്യത്തിൽ പാഞ്ചാലി വസ്ത്രാക്ഷേപ സമയത്ത് ദുശാസനൻ ഇങ്ങനെ വസ്ത്രം പിടിച്ചു വലിക്കുകയാണ് പാഞ്ചാലിയുടെ. പാഞ്ചാലി കരയാൻ തുടങ്ങി. ഉടനെ ഭഗവാനെ കൃഷ്ണ എന്ന് പറഞ്ഞ് ഭഗവാനെ വിളിച്ചു. ഉടനെ ഭഗവാൻ വന്നു. തൻ്റെ ഭക്തയുടെ വിലാപം ഓടി വന്ന് നോക്കിയപ്പോഴാണ് പാഞ്ചാലിക്ക് പൂർണ്ണ സമർപ്പണം ഇനിയും ആയിട്ടില്ല. ഒരു കൈ കൊണ്ട് ഉയർത്തി ഭഗവാനെ വിളിക്കണു, മറുകൈ കൊണ്ട് തൻ്റെ പൊയ്പോകുന്ന ചേല മുറുകെ പിടിച്ചിരിക്കണു. അപ്പോൾ ഭഗവാൻ മാറി നിന്നു. സ്വയം രക്ഷിച്ചോളുമല്ലോ, അതുകൊണ്ടല്ലേ പിടിച്ചിരിക്കണത്. തൻ്റെ ബാഹുബലത്തിൽ തന്നെ ഒരു വ്യത്യാസം. നമുക്കും അങ്ങനെയാണ്. നമ്മുടെ കയ്യിൽ നമ്മളിൽ ഒരു വിശ്വാസം നമുക്കുണ്ട്. വ്യാവഹാരിക തലത്തിൽ അത് ശരി. ഇവിടെ സമർപ്പണം പൂർണ്ണമായിട്ടില്ല. ബന്ധുക്കളിലൊരു വിശ്വാസം, പക്ഷെ അവർക്കൊക്കെ എത്രയെത്ര നമ്മളെ സഹായിക്കാൻ പറ്റും, അതിനൊരു പരിധിയുണ്ട്. അതിനെ മറന്നുകൊണ്ട് പാഞ്ചാലി ഒരു കൈ മാത്രമേ പൊക്കിയുള്ളൂ. പിന്നെ ചേല തീരണോ എന്ന് കണ്ടപ്പോഴാണ് പാഞ്ചാലി ഇരു കൈകളും വിട്ട് ഭഗവാനേന്ന് വിളിച്ചു. അപ്പം കൃഷ്ണൻ വന്ന് അവിടെ ചേല എടുത്ത് മാറ്റല്ല ചെയ്ത്. ദുശാസനൻ്റെ കൂടെ കൂടി ഇന്ന് ചേല അങ്ങോട്ട് എടുത്ത് കളയാന്ന് പറഞ്ഞ് ചേല എടുത്തില്ല. അനന്തമായ ചേലകൾ ദേവിക്ക് കൊടുത്ത് അവിടെ അപമാനത്തിൽ നിന്നും രക്ഷിക്കുകയാണ്. അപ്പം ചേല എടുക്കേണ്ടടുത്ത് എടുക്കും, കൊടുക്കേണ്ടടുത്ത് കൊടുക്കും എന്നുള്ളതാണ്. യഥാമാം പ്രപത്യന്തേ താം തദൈവ ഭജാമ്യഹം എന്ന് പറയണു. ആർക്ക് എന്തൊക്കെ യോഗ്യമോ അത് ഭഗവാൻ അറിയാം. എന്നെ ഏത് രൂപത്തിൽ ഭക്തന്മാർ ഭജിക്കുന്നുവോ ആ രൂപത്തിൽ തിരിച്ചും ഭഗവാൻ പരസ്പരം ഭാവയന്ത. അങ്ങനെ വസ്ത്രാപഹരണ ലീല എന്ന് പറയണത് നമ്മളെയൊക്കെ ഗോപസ്ത്രീകളെ പോലെ തന്നെ അനുഗ്രഹിച്ചു വിട്ടിരിക്കുകയാണ് എന്നാണ്. അപ്പം ഇതേ പ്രകാരത്തിൽ വേറൊരു രൂപത്തിലുള്ളൊരു ഭക്തിയിലേക്ക് നമ്മൾ പോണു. അപ്പോഴാണ് ഗോപസ്ത്രീകൾ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ആരാണ്? അവരൊക്കെ ഋഷിമുനിമാരാണ്, അവരൊക്കെ സന്യാസികളാണ്. പൂർവ്വജന്മത്തിൽ ഭഗവാനോട് സംഘം വേണമെന്ന് ആഗ്രഹിച്ച് ഭഗവാൻ എവിടെ ജനിക്കുമോ അവിടെ ജനിക്കണം. അങ്ങനെ ഭഗവാന്റെ കൂടെ കൂടി. നാരായണീയത്തിൽ മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് പറഞ്ഞിട്ടുണ്ട്, ഗോപികകളുടെ സ്ഥാനം എവിടെയാണെന്നാണ് നമ്മൾ വിചാരിച്ചത്. കാമിനീരിദിഹിയാമിനീഷു ഖലു കാമനീയകനിധേ ഭവാൻ പൂർണ്ണസമ്മധരസാർണവം കമപി യോഗി ഗമ്യമനുഭാവയൻ ബ്രഹ്മശങ്കര മുഖാനപീഹ പശുപാങ്കനാസു ബഹുമാനയൻ ഭക്തലോക ഗമനീയ രൂപ കമനീയ കൃഷ്ണ പരിപാഹി മാം. ബ്രഹ്മനും ശങ്കരനും ഏതേതു സ്ഥാനം കൊടുത്തിട്ടുണ്ടോ, ഏതേതു പദം കൊടുത്തിട്ടുണ്ടോ അതിന് തൊട്ടു മുകളിലായിട്ടുള്ള സ്ഥാനം ഗോപസ്ത്രീകൾക്ക്. അപ്പോൾ ഒരു പടി കൂടുതലായിട്ട് വെച്ചു. അപ്പോൾ ഗോപികകളുടെ മഹത്വം അത്രയ്ക്കധികമുണ്ട് എന്നുള്ളത്. അപ്പോൾ ബ്രഹ്മചാരികളായിട്ടുള്ള ഭക്തരുടെ കഥ ഈ അധ്യായം കൊണ്ട് വർണ്ണിച്ചു. അടുത്ത വേറൊരു രീതിയിലുള്ള ഗൃഹസ്ഥാശ്രമ ഭക്തി, യജ്ഞേശ്വരനെ തിരിച്ചറിഞ്ഞ യജമാന പത്നിമാർ എന്നാണ് പറയുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഈ വർണ്ണാശ്രമ ധർമ്മങ്ങളൊക്കെ വെച്ചിരിക്കണത് നമ്മൾ പതുക്കെ ആ സമുദായത്തിലൂടെ വളർന്ന് ബ്രഹ്മാകാരവൃത്തിയിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി. പെട്ടെന്നൊക്കെ ഈ ഇന്ദ്രിയങ്ങളെ അറസ്റ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. പതുക്കെ അതിനൊരു നിരോധം വന്ന് ഭഗവാനിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ ആശ്രമങ്ങൾ.
ബ്രഹ്മചര്യം, ഗാർഹപത്യം, വാനപ്രസ്ഥം, സന്യാസം. ഇനി അതല്ലാതെ ഡയറക്റ്റ്ലി സന്യസിക്കണവരുണ്ടാവാം. അതൊക്കെ ഓരോ ജന്മത്തെ പൂർവ്വജന്മാർജിതമായിട്ടുള്ള സംസ്കാരങ്ങളാണ് അതിലേക്ക് നയിക്കുന്നത്. പക്ഷേ സാധാരണ നമ്മുടെ സമുദായത്തിൽ ഈ ഒരു രീതിയിലേക്ക് പ്രവേശിക്കാൻ നമ്മുടെ മനസ്സിനെ പരിപക്വമായിട്ട് ഓരോ ആശ്രമങ്ങളിലേക്കും, ബ്രഹ്മചര്യാശ്രമത്തിൽ നന്നായിട്ട് പഠിച്ചു, ആ പാഠങ്ങൾ ജീവിതക്കളരിക്ക് ആവശ്യമാണെന്ന് മനസ്സിലായി. ആ സമയം വരുമ്പോൾ ഗൃഹസ്ഥാശ്രമത്തിലേക്ക്, കുടുംബജീവിതത്തിലേക്ക്, അത് പാരസ്പര്യത്തിൻ്റെ ഒരു വലിയ കണ്ണിയിലേക്ക് നമ്മളെ കൂട്ടിച്ചേർത്തു. അവിടെ നിന്ന് നമ്മളുടെ ധർമ്മങ്ങൾ അനുഷ്ഠിച്ച് പതുക്കെ പതുക്കെ ഈ പ്രപഞ്ചത്തിനോടും മറ്റു വസ്തുക്കളോടും അനാത്മ പദാർത്ഥങ്ങളോടും ഉള്ള വൈരാഗ്യം വന്ന് വാനപ്രസ്ഥാശ്രമത്തിലേക്ക്, അത് കഴിഞ്ഞ് സർവസ്വവും ഭഗവാന് സമർപ്പിക്കുന്ന സന്യാസാശ്രമത്തിലേക്ക് നമ്മളെ നയിക്കുന്ന ഒരു പ്രക്രിയ. ഇവിടെ വിപ്രപത്നികളെ ഭഗവാൻ അനുഗ്രഹിക്കണമെന്ന് ശ്രീശുക ബ്രഹ്മർഷി ഇവിടെ പരീക്ഷിത്ത് മഹാരാജാവിന് പറഞ്ഞു കൊടുക്കാം. അപ്പം എങ്ങനെ ഗൃഹസ്ഥാശ്രമം അനുഷ്ഠിക്കണം എന്നിവിടെ കാണിച്ചു കൊടുക്കുന്നതിനുള്ള ഒരു ലീല, ഒരു കഥ. അപ്പം എങ്ങനെയെന്ന് വെച്ചാൽ, ഒരു ദിവസം ബലരാമനും ശ്രീകൃഷ്ണനും ഈ ഗോപന്മാരും ഒക്കെ മുഞ്ചാരണ്യം എന്ന് പറയും, ദർഭക്കാട്, ദർഭവനത്തിൽ വന്നു. പശുക്കളൊക്കെ മേണു, ഈ കുട്ടികളൊക്കെ കളിക്കണു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഗോപന്മാർ പറഞ്ഞു, കൃഷ്ണ കൃഷ്ണ, ഞങ്ങൾക്കൊക്കെ വിശക്കണു, നല്ല വിശപ്പ്. ഇത്രയും നേരം പല പല അസുരന്മാരെയും വധിച്ചു, ഇപ്പോൾ വയറ്റിലാണ് ഒരു അസുരൻ വന്നിരിക്കുന്നത്. വിശക്കണു കൃഷ്ണ, എന്ത് ചെയ്യണം? അപ്പോൾ ഇവിടെ ഭഗവാൻ പറഞ്ഞു, ദൂരെ അങ്കിരസ് സത്രം എന്ന് പറഞ്ഞ ബ്രാഹ്മണന്മാരൊക്കെ ആത്മസാക്ഷാത്കാരത്തിനായിട്ട് ഒരു സത്രം നടത്തുന്നുണ്ട്, അവിടേക്ക് ചെല്ലിട്ട് ശ്രീകൃഷ്ണനോ അല്ലെങ്കിൽ ബലരാമൻ വന്നിട്ട് പറഞ്ഞതാണ് എന്ന് പറയാം, കുറച്ച് അന്നം വാങ്ങിക്കൊള്ളുക. അവർ യാഗം നടത്തുമ്പോൾ യാഗശിഷ്ടങ്ങളായിട്ടുള്ള വസ്തുക്കളൊക്കെ അവിടെ എടുത്തു വെച്ചിട്ടുണ്ടാവും, അത് നിങ്ങൾക്ക് ഈ നിയമം പറഞ്ഞാൽ മതി, അവർ തരും. അങ്ങനെ ഈ ഗോപന്മാരൊക്കെ കൂടെ അങ്ങോട്ട് പോയി. അവിടെ സത്രം നടത്തുന്ന ബ്രാഹ്മണന്മാരെയൊക്കെ കണ്ടു. അവരിങ്ങനെ ഹോമം ചെയ്തുകൊണ്ടിരിക്കണു, യാഗം ചെയ്തുകൊണ്ടിരിക്കണു, യജ്ഞം ചെയ്തുകൊണ്ടിരിക്കണു. ഇങ്ങനെ ചെയ്ത് കൊണ്ടിരിക്കുന്ന ബ്രാഹ്മണന്മാരോട് അവർ പറഞ്ഞു, ഹേ ഭൂമി ദേവാശൃണുത്, ഹേ ഭൂമിപാലന്മാരെ, ഹേ ബ്രാഹ്മണരെ, ഒന്ന് കേൾക്ക. അവർ കേട്ടതില്ല, അവർ ശ്രദ്ധിക്കണില്ല, അവർ ഈ യാഗത്തിൽ തന്നെ ശ്രദ്ധ. സാധാരണ ഒരാൾ വന്ന് ഭക്ഷണം ചോദിക്കുകയാണ്, കൃഷ്ണൻ പറഞ്ഞിട്ട് വന്നതാണേ, കൃഷ്ണൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇപ്പം എന്താ വില ഉണ്ടാവുമോ? കൃഷ്ണൻ ഒരു ചെറിയ കുട്ടി കൃഷ്ണൻ പറഞ്ഞിട്ട് വന്നു എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് അങ്ങനെ പറയാൻ പറഞ്ഞിട്ടുണ്ടാവുക? ഇപ്പം നിരവധി ഭഗവാന്റെ ലീലകൾ കഴിഞ്ഞു. പൂതന, മോക്ഷം, കാളിയമർദ്ദനം, പ്രലംബാസുരവധം, ഇതൊക്കെ പ്രചാരത്തിലായിട്ടുണ്ട് അവിടെയൊക്കെ. ഇന്നത്തെ പോലെ വാട്സപ്പും ഫേസ്ബുക്കും ഒന്നും ഇല്ലെങ്കിലും എത്ര പെട്ടെന്ന് ഈ കഥകൾ ഭഗവാൻ അവതരിക്കുമ്പോഴോ ഒരു ജ്ഞാനി നമ്മുടെ ദേശത്തൊക്കെ എവിടെയെങ്കിലും വരുമ്പോൾ അവരെ പറ്റി 100,000 കഥകൾ പ്രചാരത്തിൽ വരും. ചിലർ വിശ്വസിക്കും, ചിലർ വിശ്വസിക്കില്ല, അവരവരുടെ ജ്ഞാനം അനുസരിച്ച്. ചിലർ ഹൃദയത്തിന് അറിയും, ഈ ഗോപസ്ത്രീകളെ പോലെ പഠിച്ചിട്ടുണ്ടാവില്ല, മറ്റു വലിയ ക്വാളിഫിക്കേഷൻസ് ഒന്നും ഉണ്ടാവില്ല, പക്ഷേ ഇത് ഭഗവാനാണ് എന്ന് മനസ്സിലാവും. പക്ഷേ ഈ മന്ത്രങ്ങളും എല്ലാം പഠിച്ചവരായിട്ടുള്ള ബ്രാഹ്മണന്മാർ അവർ പറഞ്ഞത് ചെവിക്കൊണ്ടതേ ഇല്ല എന്നാണ് പറയണത്. അപ്പം അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇവരെന്തു ചെയ്യുമെന്ന് അറിയണില്ല. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, കർമ്മഠന്മാരാണ്, എല്ലാം പഠിച്ചിട്ടുണ്ട്. ഈ മന്ത്രത്തിൻ്റെയും തന്ത്രത്തിൻ്റെയും ഈ ശാസ്ത്രത്തിൻ്റെയും ഒക്കെ റിസൾട്ടാണ് ഈ വന്ന് നിൽക്കണതേ കൃഷ്ണൻ എന്ന് പറയണത്. സാധാരണ ഒരാൾ വന്നാൽ കൂടി നമ്മൾ എന്ത് ചെയ്യണം? ഭിക്ഷ കൊടുക്കാൻ അധികാരപ്പെട്ടവർ, ഉത്തരവാദിത്തപ്പെട്ടവരാണ് നമ്മൾ. ഈ സാധുക്കൾക്കും സന്യാസിമാർക്കും, അവരൊക്കെ യഥാർത്ഥ സാധുക്കൾ ഈ സമുദായത്തിന് ഭാരമല്ല. അവർ നമ്മളിൽ നിന്ന് കുറച്ച് അന്നമോ കുറച്ച് ദ്രവ്യമോ എന്തെങ്കിലും സ്വീകരിച്ചിട്ട് നിറയെ ഈ സമുദായത്തിന് കൊടുക്കും. അവരുടെ കോൺട്രിബ്യൂഷൻ ജ്ഞാനം വളരെ ഗംഭീരമായിരിക്കും. അപ്പോൾ കുറച്ച് മാത്രം സ്വീകരിച്ച് കൂടുതൽ കൊടുക്കുന്നവരാണ് അവർ, ഭാരമല്ല. അവരെ സംരക്ഷിക്കേണ്ടത് ഓരോ ഗൃഹസ്ഥാശ്രമയുടെയും കടമയാണ്. അത് മറന്ന് പ്രവർത്തിച്ചിരിക്കണം. മാത്രമല്ല, ദേശകാല പൃഥക് ദ്രവ്യം മന്ത്രതന്ത്രത്യോഗ്നയ ദേവതാ യജമാനശ്ച ക്രതുർധർമ്മശ്ച യന്മയ. ഈ ചെയ്യണ എല്ലാ പൂജകളുടെയും ദ്രവ്യങ്ങളുടെയും പരിണതഫലം അവർക്ക് അവരെന്തിനു വേണ്ടിയിട്ട് അത് ചെയ്യണേ? ആത്മസാക്ഷാത്കാരത്തിന്. അത് തരാൻ വേണ്ടിയിട്ട് ഭഗവാൻ ഇതാ മുഞ്ചാരണത്തിൽ വന്ന് നിൽക്കുകയാണ്. ആ കൃഷ്ണൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പോലും അവർ ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവർ കർമ്മഠന്മാർ എന്നല്ലാതെ എന്തു പറയാൻ സാധിക്കും എന്നുള്ളതാണ്. ബ്രാഹ്മണ്യം കൊണ്ട് കുന്തിച്ചു ബ്രഹ്മാവും എനിക്കൊക്കെ എൻ്റെ അത്ര വരില്ല എന്നുള്ള അവസ്ഥയിലേക്ക് ഇവർ മാറിയിരിക്കുകയാണ്. ഇതാണ് ഇന്ന് വളർന്നു വരുന്ന തലമുറ. ഇന്ന് അങ്ങനെയുള്ള വിദ്യാഭ്യാസം, ഇന്ന് സാധുക്കൾക്ക് ഭിക്ഷ കൊടുക്കരുത്, ഇന്ന് വെറുതെ പ്രാണികളെയൊക്കെ വെറുതെ തല്ലിക്കൊല്ലുക, സാധുക്കൾ ആരെങ്കിലും ഭിക്ഷ ചോദിച്ച് വന്നു കഴിഞ്ഞാൽ കൊടുക്കരുതെന്ന് പഠിപ്പിക്കണം.
എനി എഡ്യൂക്കേഷൻ വിത്തൗട്ട് ക്യാരക്ടറൈസ് ഇറ്റ് ഈസ് യൂസ്ലെസ് ആൻഡ് ഡേഞ്ചറസ്. ഏതൊരു വിദ്യാഭ്യാസമാണോ സ്വഭാവ രൂപീകരണത്തിന് ഉപകരിക്കാത്തത്, അതുകൊണ്ട് ഈ ലോകം ആപത്ത് വിളിച്ചു വരുത്തിയിരിക്കുകയാണെന്ന്. ആചാര്യ വിനോബ ഭാവയുടെ ഒരു കഥ കേട്ടിട്ടുണ്ട്. അദ്ദേഹം ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് ഭിക്ഷക്കാരൊക്കെ വരുന്ന സമയത്ത് അദ്ദേഹം ചോദിക്കും, ഒരു ഭിക്ഷു വീട്ടിലേക്ക് വന്നു, ഒരു സന്യാസി വന്നു, ഭിക്ഷ ചോദിച്ചു, ഭവതി ഭിക്ഷാം ദേഹി, നിങ്ങൾക്ക് നല്ല ആരോഗ്യമുണ്ടല്ലോ, പോയി പണിയെടുത്ത് ജീവിച്ചൂടെ, ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇത് അമ്മ ഉള്ളിലിരുന്ന് കേട്ടു. അമ്മ വിനു ഇവിടെ വരൂ എന്ന് പറഞ്ഞ് വിളിച്ചു ഉള്ളിലേക്ക്. അതെ, ഈ വന്നിരിക്കുന്നത് പരമേശ്വരനാണെന്നാണ് എനിക്ക് തോന്നണത്. അതുകൊണ്ട് നീ അവരെ തിരസ്കരിക്കരുത്, ഇത് കൊണ്ട് കൊടുക്കൂ എന്ന് പറഞ്ഞ് ആ ദ്രവ്യം അവർക്ക് സമർപ്പിച്ച് ക്ഷമാപണം ചെയ്യിപ്പിച്ചു ആ മാതാവ്. ഇങ്ങനെയുള്ള സംസ്കാരങ്ങളിലാണ് ഭാരതം ലോകപ്രശസ്തി നേടിയിരിക്കുന്നത് എന്ന് നമ്മൾ മറന്നു പോണു. എന്തൊക്കെയോ പൈസ എന്തിനൊക്കെയോ നമ്മൾ ചെലവാക്കണു. പക്ഷേ ഈ സാധുക്കളെ പരിപാലിക്കേണ്ട കടമ പോലും നമ്മൾ, നേരത്തെ പറഞ്ഞ പോലെ ശരീരത്തിന് താനെന്ന് ധരിച്ച് സ്വരൂപത്തെ മറന്നിരിക്കുന്ന നമ്മൾക്ക് ഈ ഭിക്ഷുക്കളെ എവിടെ കാണാൻ സാധിക്കുക? ഇതേപോലെ രമണ മഹർഷിയോട് വേറൊരു ഭക്തൻ ചോദിച്ചു, ഈ ഹിന്ദുമതം ഇങ്ങനെയല്ലേ നശിച്ചത്? മറ്റു മതങ്ങളിലൊക്കെ നോക്കൂ, അവർ ഹോസ്പിറ്റലിൽ കെട്ടണു, സ്കൂളിൽ കെട്ടണു, എന്തൊക്കെയോ കാണിക്കണം. നമ്മൾ ഈ സത്രവും സപ്താഹം നടക്കി കുറേ പേർക്ക് ഭക്ഷണം കൊടുക്കണതല്ലാണ്ട് ഈ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇപ്പം എന്താ എല്ലാവരും പോയി കടന്നുറങ്ങണം, ഇതുകൊണ്ട് വല്ല ഗുണമുണ്ടോ? ഇങ്ങനെയല്ലേ നശിക്കണേന്ന് ചോദിച്ചു. അപ്പോൾ ഭഗവാൻ ശ്രീ രമണ മഹർഷി പറഞ്ഞു, നിങ്ങൾ ചിന്തിച്ചത് തെറ്റ്. ഇത് തീർത്ഥക്ഷേത്രം, ഇത് ഭാരതം. ഭാസയതി, പ്രകാശത്തിൽ അഭിരമിക്കുന്നതാണ് ഭാരതം. അപ്പോൾ അവിടുത്തെ സംസ്കാരവും അങ്ങനെ തന്നെയായിരിക്കും. അപ്പോൾ ഈ സാധുക്കൾക്ക് അവർ ശരീരം നിൽക്കട്ടെ പോകട്ടെ എന്ന് ചിന്തിച്ചിരിക്കുന്നവരാണ്. ഇനി കർമ്മം ബാക്കിയുള്ള പിന്നെ അവർക്കൊന്നും ചെയ്യാനില്ല, ഈശ്വര സാക്ഷാത്കാരം നേടിയവരാണ്. അപ്പോൾ അവർക്ക് വിശപ്പുണ്ടാവാറില്ല. ഇനി ഉണ്ടായാൽ തന്നെ അവരിങ്ങനെ നമ്മളുടെ ദേശത്തോ നമ്മളുടെ വീട്ടിലോ എവിടെയെങ്കിലും വന്നു, നമ്മൾ സത്രം നടത്തുന്ന, നമ്മൾ ഭക്ഷണം കൊടുക്കുന്ന, അന്നദാനം കൊടുക്കുന്ന ശാലയിലേക്ക് വന്നു എന്ന് കരുതുക. നമ്മൾ കൊടുക്കുന്ന ഒരു ഭക്ഷണത്തിൻ്റെ ഒരു അംശം അവരുടെ ഉദരത്തിലേക്ക് പോയാൽ ഈ പറയുന്ന സ്കൂളും ഈ പറയുന്ന ഹോസ്പിറ്റലൊക്കെ തനിയെ, ഈ ഇഷ്ടാപൂർത്തങ്ങളൊക്കെ തനിയെ നടന്നുകൊള്ളും എന്നാണ് പറയണത്. അത്രയും ശക്തിയുണ്ട് മഹാത്മാക്കളുടെ ഈ ഉദരപൂർത്തീകരണത്തിന്. അവർ അനുഗ്രഹിക്കും നമ്മളെ. അത് തലമുറകളായിട്ട് നമുക്ക് ആ അനുഗ്രഹത്തിൻ്റെ, ആ പുണ്യത്തിൻ്റെ ഫലം കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ഒരിക്കലും ഒരു ഗൃഹസ്ഥാശ്രമി എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, സർവ്വചരാചരങ്ങളെയും ഊട്ടിയതിന് ശേഷമേ ഭക്ഷണം കഴിക്കാവൂന്ന്. സർവ്വചരാചരങ്ങളെയും ഊട്ടിയ എങ്ങനെ ഭക്ഷണം, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? എൻ്റെ അധ്യാപകൻ എപ്പോഴും പറയാറുണ്ട്, അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ അരിയും എള്ളും കൂട്ടി കുഴച്ചിട്ട് ഇതിനെ പുറത്ത് കൊണ്ടുവയ്ക്കും, വീടിൻ്റെ 4 മുക്കിലും. പറയും, ഉറുമ്പിനും മക്കൾക്കും പുറത്ത്, അമ്മയ്ക്കും മക്കൾക്കും അകത്ത് പറയും. ഒരു ഭൂതയജ്ഞം എല്ലാ ചരാചരങ്ങളെയും ഊട്ടി. നമുക്കതിനാവില്ലെങ്കിലും എല്ലാ ചരാചരങ്ങളുടെയും വയറ് നിറയ്ക്കണേ എന്നുള്ളൊരു പ്രാർത്ഥന, ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിർ ബ്രഹ്മാഗ്നൗ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവ തേന ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിനം എന്ന് പ്രാർത്ഥിച്ചിട്ട് കഴിക്കാൻ തോന്നുന്നുണ്ട്. ഇപ്പം നമ്മളൊരാൾ ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ സർവ്വചരാചരങ്ങളുടെയും ഉദരം നിറയണത് എങ്ങനെ എന്ന് ചിന്തിക്കാം. ഭഗവാൻ ശ്രീകൃഷ്ണൻ ചീരയില, ഒരു ഇലക്കഷ്ണം, ഒരു ഉച്ഛിഷ്ടം ഭക്ഷിച്ചിട്ട് സർവ്വചരാചരങ്ങളെയും വിശപ്പകറ്റിയവനാണ്. അപ്പം ആ കഥ വായിച്ചാൽ നമുക്കറിയാലോ ഇതിൻ്റെ തത്വം എന്ന് പറയണത്. അപ്പം ഇങ്ങനെയുള്ള പദ്ധതികളിൽ, ഇങ്ങനെയുള്ള സിദ്ധാന്തങ്ങളിൽ ജീവിക്കുന്നത് കൊണ്ടാണ് ആ പുണ്യം നമുക്ക് ലഭിക്കുന്നത്. അത് മറന്ന് ഇത് തന്നെയാണ് സത്യം എന്ന് കരുതി ഇവർ കർമ്മഠന്മാരായിട്ട് പോകുന്നു. പുറമേ നടക്കുന്ന സംഗതികളൊന്നും അറിയില്ല. ഈ കുട്ടികൾ പാവം വിശന്ന് ഇത്രയും നേരം നിന്നിട്ടും ഒന്നും കിട്ടിയില്ല. തിരിച്ചു ചെന്ന് കൃഷ്ണനോട് പറഞ്ഞു, അവിടെ എത്ര നേരം ഞങ്ങൾ നിന്നു? അപ്പം കൃഷ്ണൻ പറഞ്ഞു, സാരമില്ല, ഇവിടെ പത്നിശാല എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ഈ അങ്കിരസ് സത്രം നടത്തുന്ന ബ്രാഹ്മണരുടെ പത്നികളൊക്കെ അവിടെ താമസിക്കേണ്ട, അവിടെ പോയിട്ട് ചോദിക്കൂ, കൃഷ്ണൻ വന്നിട്ടുണ്ടെന്ന് പറയൂ, അവർ നിങ്ങളെ കൈവിടില്ല. ഈ ഗോപസ്ത്രീകളെ പോലെയല്ല കേട്ടോ വിപ്രപത്നിമാർ. അവർ ഓൾറെഡി മുമുക്ഷുക്കൾ, സർവശാസ്ത്രങ്ങളും അഭ്യസിച്ചവർ, കേട്ട് ഭഗവാനെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നവർ. സദ്യോ ഹൃദ്യവരുദ്ധ്യതേത്ര, അവരോധിച്ചു ഭഗവാനെ ഹൃദയത്തിൽ. അങ്ങനെയുള്ള ആളുകളാണ് ഈ വിപ്രപത്നിമാർ. അപ്പോൾ അവർ, ഈ ഗോപന്മാർ ദൂരത്തുനിന്ന് ആരോ വരുന്നു, അവർ ഭർത്താക്കന്മാർക്കൊക്കെ ഭക്ഷണം തയ്യാറാക്കി വെച്ചിട്ട് അവരെ കാത്തിരിക്കുക. സത്രം നടത്തിയിട്ട് അവർ വരും, യജ്ഞം നടത്തിയിട്ട് അവർ വരുമല്ലോ, അപ്പോൾ ഭക്ഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് ഈ ഗോപന്മാരൊക്കെ വരുന്നത്. കൃഷ്ണൻ എന്ന് മുഴുവൻ പറഞ്ഞില്ല, അപ്പോഴത്തേക്കും ജഡശരീരത്തിന് ജീവൻ വെച്ച പോലെ ചാടി എഴുന്നേറ്റു. എവിടെ വന്നിരിക്കണു ഭഗവാൻ, എവിടെയുണ്ട് ഞങ്ങളുടെ കൃഷ്ണൻ എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി വിപ്രപത്നിമാർ. അത്രയും അത്ഭുതം, ആശ്ചര്യം ഭഗവാനെ കേട്ടിട്ടേ ഉള്ളൂ.
ഇതുവരെ ഭഗവാൻ ദർശനം ഇപ്പൊ കിട്ടും എന്നുള്ള ഭഗവതി ഉത്തമ ശ്ലോക ദീർഘശ്രുത ധൃതാശ്രയ എത്രയോ കാലം കേട്ടിട്ടുണ്ട്, ഇപ്പൊ ഇതാ കാണാൻ പോണു എന്നുള്ളതാണ്. അതിൻ്റെ ഒരു സൂചനയാണ് ഈ ഗോപന്മാരിലൂടെ ലഭിച്ചിട്ടുള്ളത്. അപ്പൊ പറഞ്ഞു, അപ്പോൾ ഭക്ഷണമൊക്കെ ഇവിടെ ചതുർവിധം ബഹുഗുണം അന്നമാദായ ഭാജനൈഹി, നിരവധി ഭക്ഷണ പദാർത്ഥങ്ങൾ പല പാത്രങ്ങളിൽ നിറച്ചിട്ട് ഗോപന്മാർക്ക് കൊടുത്തു, നിങ്ങൾ കഴിച്ചോളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് കൃഷ്ണനെ പറ്റി ചോദിക്കുക. കൃഷ്ണനെ പറ്റി ചോദിച്ച് കൃഷ്ണൻ വരുന്നത് ദൂരേനേ കാണുക വിപ്രപത്നിമാര്. എങ്ങനെയാ ഭഗവാൻ വരണത്? ശ്യാമം ഹിരണ്യപരിധിം വനമാല്യബർഹധാതു പ്രവാള നടവേഷ മനുവ്രതാംസേ വിന്യസ്തഹസ്തമിതരേണ ദുനാനമബ്ജം കർണോത്പലാള കപോല മുഖാബ്ജഹാസം. ഭഗവാൻ നേരത്തെ പറഞ്ഞ പോലെ ശരിക്കും പ്രകൃതീശ്വരനായിട്ട് മാവിൻ തളിരും പൂവിൻ കൊത്തും പലതരത്തിലുള്ള പൂക്കളെ കൊണ്ട് കോർത്ത മാലയും, ശ്യാമം ഹിരണ്യപരിധിയും നീലമേഘ ശ്യാമളനായിട്ട് പീതാംബരം ധരിച്ച് കാലുകളൊക്കെ പിണച്ചു വെച്ചുകൊണ്ട് നടവരനായിട്ട് നേരത്തെ ഗോപസ്ത്രീകൾക്ക് കൊടുത്ത അതേപോലെ യോഗീശ്വരനായിട്ടും. നോക്കൂ, ഒരു ജീവൻ എന്തൊക്കെ ഈ ഭൂമിയിൽ മറന്നു പോയാലും എന്തൊക്കെ മറന്നാലും തൻ്റെ സദ്ഗുരുവിനെ ആദ്യമായിട്ട് കണ്ടത് മറക്കാനേ പാടില്ല എന്നാണ് പറയണത്. ആ ഒരു നിമിഷം എന്ന് പറയണത് ജീവനെ ഈശ്വരനായിട്ട് ഉയർത്തുന്നതിനുള്ളൊരു വഴി തെളിഞ്ഞു, അത് മറക്കാൻ പാടില്ല. അതേപോലെ യോഗീശ്വരനായിട്ട് സദ്ഗുരുവായിട്ടാണ് ഇവിടെ ഭഗവാൻ അവർക്ക് ദർശനം. ഇനി എങ്ങനെയാ ഭഗവാന്റെ രൂപം? ഒരു കയ്യിൽ താമര ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്, അതിങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്, കാലുകൾ പിണച്ചു വെച്ച് വരണു. വന്നടുത്തെത്തിയപ്പോൾ ഒരു ഗോപാലൻ്റെ തോളിൽ ഇങ്ങനെ കൈവച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഭഗവാന്റെ ഒരു രൂപം. ഭഗവാന്റെ ഓരോ ലീല, ഭഗവാന്റെ ഓരോ ഭാവത്തിൽ നിന്നും ഓരോ തത്വം പ്രകാശിക്കണം. അപ്പം ഈ വിപ്രപത്നികളൊക്കെ എന്ത് ചെയ്യണം എന്നറിയണില്ല. കാരണം ഇവർ കുറേ കാലമായിട്ട് കാത്തിരിക്കണമെന്ന് മാത്രമല്ല, ദീർഘശ്രുതധൃതാശ്രയാഹ, ഇത്ര കാലം കേട്ടു, ഇപ്പോൾ അക്ഷിരന്ത്രൈഹി എന്ന് പറയണു. കണ്ണുകൊണ്ട് ഇപ്പം ദാ ഭഗവാനെ അങ്ങനെ ഉള്ളിലേക്ക് പ്രതിഷ്ഠിക്കാൻ അവർക്ക് സാധിച്ചു. എങ്ങനെ പറയണു? അന്തപ്രവേശ സുചിരം പരിരപ്യതാപം പ്രാജ്ഞം യഥാ അഭിമതയോ വിജഹുർ നരേന്ദ്ര. നമ്മൾ ഇപ്പം ജാഗ്രത അവസ്ഥ, നമ്മൾ ഉണർന്നിരിക്കണോ വിചാരിക്കണോ? ജാഗ്രത അവസ്ഥയിലെ ജീവന്റെ നാമം വിശ്വൻ. ഈ സ്വപ്നം എന്ന് പറയണു, സ്വപ്നാവസ്ഥയിലും ഈ ഇന്ദ്രിയങ്ങളൊക്കെ, ഈ അഭിമാന വൃത്തികളൊക്കെ ചലിച്ചുകൊണ്ടിരിക്കും. ഇപ്പോഴും ശരീരം കൊണ്ട് ഇവിടെ ഇരിക്കണമെന്നേ ഉള്ളൂ. നമ്മുടെ ചിത്തവൃത്തികൾ പല വിഷയങ്ങളിലേക്കൊക്കെ പോവാൻ സാധ്യതയുണ്ട്. അപ്പം അവിടുത്തെ ജീവന്റെ നാമം തേജസൻ, ജാഗ്രത. ഇനി സ്വപ്നത്തിലേക്ക് വരുമ്പോഴും ഈ ചിത്തവൃത്തികൾ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കും. അവിടുത്തെ ജീവന്റെ നാമം തൈജസൻ, വിശ്വൻ തൈജസൻ. ഇനി ഉറങ്ങുമ്പോൾ സുഖനിദ്ര, ഗാഠനിദ്രയാണെന്നുണ്ടെങ്കിൽ സുഷുപ്തി. അവിടെ ഈ ചിത്തവൃത്തികളൊന്നും ചലിക്കില്ല. പകരം പ്രാജ്ഞം യഥാ അഭിമതയ. ഈ അഭിമാന ചിത്തവൃത്തികൾ എന്ത് ചെയ്യും? പ്രാജ്ഞൻ ഈശ്വരസ്ഥാനീയനാണ്. ഈശ്വരസ്ഥാനീയനായിട്ടുള്ള പ്രാജ്ഞനെ ആലിംഗനം ചെയ്യണു. ഇവിടെ കൃഷ്ണൻ ഗോപസ്ത്രീകളെ ആലിംഗനം ചെയ്യണു, അല്ല ഗോപസ്ത്രീകളല്ല, വിപ്രപത്നിമാരെ ആലിംഗനം ചെയ്യണമെന്ന് പറയുന്നു. അപ്പം ഇതൊന്നും ലൗകികമായിട്ട് എടുക്കരുത് നമ്മൾ. ഇതിന് അലൗകികമായിട്ടുള്ള എപ്രകാരമാണോ ജീവൻ സുഷുപ്തി അവസ്ഥയിൽ പ്രാജ്ഞസ്ഥാനീയനായിട്ടുള്ള ഈശ്വരനെ ആലിംഗനം ചെയ്യണത്, അതുപോലെ അവിടെ അദ്വൈതം രണ്ടെന്നുള്ള ഭാവം ഇല്ല, അവിടെ ഭേദചിന്തയില്ല. ഭഗവാനും ഭക്തനും ഇതൊക്കെ ഒന്ന് എന്നുള്ള അവസ്ഥയിലേക്ക്, അതുപോലെ ഇവർക്കൊരു ഉള്ളിലേക്ക് പ്രപഞ്ചോപശമമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായി എന്നുള്ളത്. ഒരു നിമിഷം ഇവിടെ ഒന്നും പറഞ്ഞില്ല. കൃഷ്ണൻ വരണത് അവർ ദൂരെ നിന്ന് കണ്ടു. അവർക്ക് അപ്പോൾ തന്നെ കിട്ടി ദർശന ദീക്ഷ. ഈ മഹാത്മാക്കളൊക്കെ അങ്ങനെയാണ്. സദ്ഗുരുവിനെ കണ്ടാൽ തന്നെ ശിഷ്യൻ അധികാരപ്പെട്ടവനാണ് എന്നുണ്ടെങ്കിൽ മുഖത്തു നിന്ന് തന്നെ കിട്ടും. ആ ദർശനം കൊണ്ട് തന്നെ ഇത്രയും ജ്ഞാനം ഉള്ളിലേക്ക് ഒരു ഡിഫ്യൂഷനാണ്, ഒരു ഒഴുക്ക്. ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്ക് ഇങ്ങനെ ആ അറിവ് ഇങ്ങനെ ഒഴുകി വരികയാണെന്നാണ് പറയും. അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞ ശേഷം ഈ വിപ്രപത്നിമാർ ഭഗവാന്റെ അടുത്തേക്ക് ഇങ്ങനെ പോവാണ്. താസ്തദാ തെക്ത സർവാശാ പ്രാപ്ത ആത്മതിതൃക്ഷയാ. എന്തിനാ അവർ വരണേ? ഈ വിപ്രപത്നിമാർ ഭഗവാന്റെ അടുത്തേക്ക് എന്തിനാ വരണേ? അവർ തെക്ത സർവാശ, ഒരാശയം അവർക്കില്ല കേട്ടോ, ഒരാശയമില്ല. എല്ലാം ത്യജിച്ചവരാണ് ഈ വിപ്രപത്നിമാർ. തൻ്റെ ധർമ്മം ഇപ്പം അനുഷ്ഠിക്കണമെന്നേ ഉള്ളൂ. തങ്ങൾ ഈ ബ്രാഹ്മണന്മാരുടെ പത്നിമാരാണെന്ന് പറഞ്ഞ് തൻ്റെ ധർമ്മം അനുഷ്ഠിക്കണം. പിന്നെ എന്തിനാ ഭഗവാന്റെ അടുത്തേക്ക് വരണമെന്ന് ചോദിച്ചു. ആത്മതിതൃക്ഷയാ, ആത്മസാക്ഷാത്കാരത്തിനുള്ള ഉത്കടമായ വിശപ്പോട് കൂടിയിട്ടാണ് അവർ വരണത്. അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലായത്? ഭഗവാന് മനസ്സിലായി. ഭഗവാൻ എങ്ങനെയാണ് മനസ്സിലായത്?
ഭഗവാൻ എന്ന് പറയുന്നത് അർക്കാനലാദി വെളിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണിനു കണ്ണ് മനമാകുന്ന കണ്ണതിന് കണ്ണായിരുന്ന പൊരുൾ. ഭഗവാൻ നമ്മളുടെ ഉള്ളിലുള്ള ഒരു സദ്വസ്തു അല്ലെങ്കിൽ പ്രാജ്ഞ എന്ന് നേരത്തെ പറഞ്ഞ പോലെ ആ ഈശ്വരസ്ഥാനീയനായിട്ട് ജീവസ്വരൂപേണ വിളങ്ങിക്കൊണ്ടിരിക്കുന്നു. അന്തർദ്രഷ്ട, അഖില ദൃക് ദ്രഷ്ട, എല്ലാത്തിനും സാക്ഷിയായിട്ട് ഭഗവാൻ ഇരിക്കണം. അപ്പോൾ ഭഗവാന് തൻ്റെ ഭക്തരുടെ ഈ വിപ്രപത്നിമാരുടെ ഉള്ളിൽ ആത്മതിതൃക്ഷയാണ്, ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടുള്ള വിശപ്പാണ് എന്ന് മനസ്സിലായി. അത് വന്ന ഉടനെ അവർക്ക് കൊടുക്കേണ്ടതൊക്കെ കൊടുത്തു. അപ്പോഴാണ് ശരിക്കും യഥാർത്ഥത്തിൽ കമ്മ്യൂണിക്കേഷൻ ഇപ്പോഴാണ് ആരംഭിക്കുന്നത്. വരൂ, സ്വാഗതം വോ മഹാഭാഗ, വരൂ കൃഷ്ണ ഇരിക്കൂ. ഇത്ര നേരമൊന്നും പറഞ്ഞില്ല. അപ്പോൾ കിട്ടേണ്ടതും കൊടുക്കേണ്ടതൊക്കെ പ്രഥമ ദൃഷ്ട്യ യഥാർത്ഥ കമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞു. ഇപ്പം എല്ലാവരെയും കാണിക്കാനായിട്ട് ഈ അതിഥി സേവ ചെയ്യണം മാതിരി ഈ വിപ്രപത്നിമാരെ ഈ കൃഷ്ണനെ സ്വീകരിച്ചിരുത്തി. എന്നിട്ട് എന്തൊക്കെയാണ് വിശേഷം, എങ്ങനെ ഇവിടെ എത്തി, സുഖമല്ലേ എന്നൊക്കെ ലൗകികമായിട്ട് വ്യാവഹാരിക തലത്തിലെല്ലാം അന്വേഷിച്ചു. അപ്പോൾ ആദ്യം എല്ലാം ചെയ്യേണ്ടത് ചെയ്തു. അങ്ങനെ അനുഗ്രഹം വാങ്ങിച്ച് ജ്ഞാനം അവർക്ക് പകർന്നു കൊടുത്തു. അവരോട് പറഞ്ഞു, ശരി, നിങ്ങളെല്ലാവരും ഇനി നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ അടുക്കലേക്ക് തിരിച്ചു പോയിക്കോളൂ എന്നാണ്. അത് പറഞ്ഞപ്പോൾ അവർക്ക് വിഷമായി. കാരണം നമ്മൾ വേദം എന്തു പറയണു, എത്തേണ്ട നസ പുനരാവർത്തതേ യദ്ഗത്വാന നിവർത്തന്തേ എന്നൊക്കെ പഠിച്ച് ഇതെല്ലാം അറിഞ്ഞവരാണ്, ഈ ശാസ്ത്രാഭ്യാസം ചെയ്തവരാണ് വിപ്രപത്നിമാർ. ഗോപസ്ത്രീകളെ പോലെയല്ല. കണ്ടോ, ഇവിടെ രണ്ട് തരത്തിലാണ്. ഭക്തന്മാരൊക്കെ എല്ലാവരും ഭക്തന്മാർ തന്നെ, പക്ഷെ രണ്ട് തരത്തിലാണ് ഡീലിങ്. ഗോപസ്ത്രീകളെ അവരുടെ എല്ലാം പോയി, വ്യവഹാരവും പോയി, ബന്ധുക്കളും എല്ലാം പോയി ഭഗവാൻ അങ്ങോട്ട് എടുത്തു. പക്ഷെ വിപ്രപത്നിമാരോട് പറഞ്ഞു, നിങ്ങൾ തിരിച്ചു പോയി നിങ്ങളുടെ ഭർത്താക്കന്മാരെ സേവിക്കൂ. തിരിച്ചു പോയാൽ ഞങ്ങളെ അവിടെ സ്വീകരിക്കുമെന്നാണ്. പലതും ലംഘിച്ചിട്ടാണ് വന്നിരിക്കണത്. ഒന്നാമത് കർമ്മഠന്മാരായിട്ടുള്ള അവർ കൃഷ്ണനെ പറ്റി കേട്ടിട്ടില്ല, ഞങ്ങൾ ഇങ്ങനെയൊക്കെ സൽക്കരിച്ചു എന്ന് അറിഞ്ഞാൽ തന്നെ ഞങ്ങളെ എങ്ങനെ സ്വീകരിക്കാനാണ് ഭഗവാനെ? ഭഗവാനെ എവിടെ എത്തേണ്ട സ്ഥാനത്തെത്തിയിട്ട് ഞങ്ങളെ തിരിച്ചയക്കരുതേന്ന്. ഭഗവാന്റെ അടുത്തെത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു തിരിച്ചു വരവില്ല എന്നല്ലേ പറയാം. അതുകൊണ്ട് സത്യം കുരുഷ്വനിഗമം. ഭഗവാൻ പറഞ്ഞു, സാരല്ല, നിങ്ങൾ ഭർത്താക്കന്മാരെ പോയി സേവിക്കൂ, ഞാൻ പറഞ്ഞതനുസരിക്കൂ. ഭർത്താക്കന്മാരൊന്നും നിങ്ങളെ തള്ളി പറയില്ല. അവർ പറയും, ഞങ്ങൾ ഭഗവാൻ ഇത്ര അടുത്ത് വന്നിട്ട് തിരിച്ചറിഞ്ഞില്ലല്ലോ, ഞങ്ങളുടെ കണ്ണുകൾക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടായില്ലല്ലോ, ഞങ്ങൾക്ക് ഇത്രയും നല്ല ഭക്തിമതികളായിട്ടുള്ള പത്നിമാരുണ്ടായില്ലേ എന്ന് ഓരോ ഭക്തനും ഓരോ ബ്രാഹ്മണനും പറയും. അപ്പം നിങ്ങളെ എല്ലാവരും സ്വീകരിക്കും എന്നുള്ള ആ അവസ്ഥയിലേക്ക് അവരെ അനുഗ്രഹിച്ചു. പിന്നെ മാത്രമല്ല, ഒരു കാര്യം മനസ്സിലാക്കണം, ന പ്രീതേയ അനുരാഗായ ഹ്യംഗസംഗോ നൃണാമിഹ. ശരീരം അടുത്തിരിക്കണം എന്നുള്ളത്, ശരീരം അടുത്തിരിക്കും തോറും വേണ്ടാത്ത തരത്തിലുള്ള ചില അറ്റാച്ച്മെൻറ്റുകൾ വന്നു പോകും. അതുകൊണ്ട് നിങ്ങൾ മനസ്സുകൊണ്ട് എന്നിൽ സമർപ്പിക്കൂ സ്വയം എന്ന് പറഞ്ഞുകൊണ്ട് അവരെ പൂർണ്ണമായിട്ടും അനുഗ്രഹിച്ച് പറഞ്ഞയച്ചു എന്നാണ്. അപ്പോൾ ബ്രാഹ്മണന്മാരൊക്കെ സന്തപിച്ചു. കാരണം അവർക്ക് കൃഷ്ണനെ കാണാൻ സാധിച്ചില്ല. തൻ്റെ പത്നികളെങ്കിലും കണ്ടല്ലോ എന്നുള്ള ഭാഗത്തിൽ അവർ അഭിമാനിച്ചു, അവരെ നമസ്കരിച്ചു എന്നാണ് പറയണത് തിരിച്ചു വന്ന്. അപ്പം നമ്മൾക്ക് എങ്ങനെ വേണം ഗൃഹസ്ഥാശ്രമം എന്ന് ഈ ഒരു ഭക്തിമാർഗമായിട്ട് ആധ്യാത്മികമായിട്ട് അതെങ്ങനെ നയിക്കാമെന്ന് ഈ ഒരു കഥയിലൂടെ ഭഗവാൻ ഈ തത്വം ഉദ്ഘോഷിച്ച് തന്നിരിക്കുകയാണ്. അപ്പോൾ ഈ അധ്യായങ്ങളൊക്കെ പരസ്പരം ബന്ധപ്പെട്ടതാണ്. ആദ്യം നമ്മുടെ ഉള്ളിലുള്ള ലോകേഷണാരൂപിയായ സംസാരരൂപിയായ പ്രലംബാസുരനെ വധിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ ഈ വാസനാമയമാകുന്ന ലോകത്തിൽ സഞ്ചരിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ദുഃഖങ്ങളെ, അഗ്നിരൂപത്തിലുള്ള ദുഃഖങ്ങളെ ഭഗവാൻ വിഴുങ്ങി അതില്ലാണ്ടാക്കി. ശരീരാഭിമാന രൂപങ്ങളായിട്ടുള്ള വസ്ത്രങ്ങളെ ഭഗവാൻ അപഹരിച്ചു. അന്ധകരണം ശുദ്ധിയായപ്പോൾ വേണുവാദനം ചെയ്ത് നമ്മുടെ ശരീരത്തിലൂടെ അതിനെ വേണുവാക്കി ഭഗവാന്റെ അനർഘ നിർഗളമായിട്ടുള്ള സംഗീതത്തെ അതിലൂടെ ഒഴുക്കിവിട്ടു. അത് കഴിഞ്ഞ ശേഷം ഇതാ നമ്മളെ പൂർണ്ണമായിട്ടും അതാത് ആശ്രമങ്ങളിൽ വെച്ച് ഭഗവാൻ അനുഗ്രഹിച്ചിരിക്കണോ എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയധികം വലിയ അനുഗ്രഹം ഭക്തന്മാർക്കല്ലാതെ ആർക്ക് ലഭിക്കാനാണ്? അതുകൊണ്ട് ആ സുകൃതികളായിട്ട് തീരുവാൻ വേണ്ടി, ഇതുപോലെയൊക്കെ ആവാൻ വേണ്ടിയിട്ട് നമ്മളെ ഭഗവാൻ ശ്രീകൃഷ്ണൻ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടും ഇവിടെ സ്വാമിജി നടത്തുന്ന ഈ മഹാസബരിയിലേക്ക് അതിലേക്ക് വന്നൊരു ഭാഗമാവാൻ സാധിച്ചതിലും എല്ലാവരോടും ഇത്രയും നേരം ഇത് ശ്രവിച്ചിരുന്ന എല്ലാ ഭക്തജനങ്ങളെയും സാക്ഷാൽ ഭഗവാനായി നമസ്കരിച്ചുകൊണ്ടും പറഞ്ഞ വാക്കുകൾ മുഴുവൻ സാക്ഷാൽ എൻ്റെ ഗുരുനാഥൻ്റെ പാദപത്മങ്ങളിൽ അർപ്പിച്ചുകൊണ്ടും നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. കായേന വാചാം മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാം പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.